ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുമെങ്കിൽ ജന്മനാ രണ്ടാമനായി പോയവൻ ജീവിതത്തിൽ എല്ലാവരെയും തള്ളി മാറ്റി ദൂതനെ വരെ പിടിച്ച് പിറകിലോട്ട് നിർത്തി ഫ്രണ്ടിൽ കയറാൻ യാക്കോബിന് കഴിഞ്ഞെങ്കിൽ അവനാണ് ഇസ്രായേൽ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു? അസ്വസ്ഥരായ സഹോദരന്മാർ. ആരൊക്കെ അസ്വസ്ഥരായിരുന്നു? കയീൻ, ഹാബേൽ, അല്ലെ? കയീൻ, ഹാബേൽ അസ്വസ്ഥരായിരുന്നു. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് യാക്കോബും ഏശാവുമാണ്. യാക്കോബും ഏശാവും. അങ്ങനെ രണ്ടുപേരെ കേട്ടിട്ടുണ്ടല്ലോ. നല്ല ആൾക്കാരാണ് രണ്ടുപേര്, യാക്കോബും ഏശാവും. അവരുടെ ജനനത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായമാണ്. 25-19 മുതൽ. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പത്തനാരാമിലുള്ള അരാമിനായ ബെഥുവേലിന്റെ പുത്രിയും അരാമിനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയെ പരിഗ്രഹിച്ചു. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. 2 ജാതികൾ വയറ്റിൽ കിടന്ന് ഇങ്ങനെ ചവിട്ടും മറിയും നടത്തുകയാണ്. അല്ല, ഒരു വയറിനകത്ത് തുടങ്ങിയ ചവിട്ടും മറിയും ഇപ്പം ഭൂമിയാകുന്ന വയറിൽ കിടന്ന് ചവിട്ടി മറിയുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? വായിക്ക്. 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവൻ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. വളരെ ശ്രദ്ധിക്കണേ വാക്കുകൾ. ഈ വാക്കുകളൊക്കെ വളരെ പ്രധാനമാണ്. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും. വീട്ടിൽ കയറാൻ പുള്ളിക്ക് വലിയ താല്പര്യമില്ല. യാക്കോബ് സാധുശീലനും കൂടാരവാസിയും. പുള്ളിക്ക് കാട്ടിപ്പോക്കത്തും വലിയ താല്പര്യമില്ല. നമുക്ക് ഇതിനോട് ഏതിനാണ് താല്പര്യം? ചിലർക്ക് വീട്ടിൽ ഇരിക്കുന്ന ഭയങ്കര വെപ്രാളമുള്ള ആൾക്കാരുണ്ട്, അല്ലേ? വായിക്ക്. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. നല്ല പയ്യനാ പുള്ളി, അല്ലേ? അപ്പന് മോന്റെ അടുത്ത് പ്രത്യേക സ്നേഹം. കാര്യം വേട്ടയിറച്ചിയോടാണ് പുള്ളിക്ക് താല്പര്യം. അപ്പൊ വേട്ടയിറച്ചിയോടുള്ള പുള്ളിയുടെ രുചി കാരണം വേട്ടക്കാരനോട് പുള്ളിക്ക് ഒരു സ്നേഹം. മറ്റവനെ ഒന്നിനും കൊള്ളില്ലെന്നാണ് പുള്ളി പറയുന്നത്. കാരണം അവൻ വീട്ടിൽ കിടക്കും, അവൻ സാധുശീലനാണ്. മനസ്സിലായോ? മറ്റവനാണെങ്കിൽ അവൻ മാനിനെ പിടിച്ചോണ്ട് വരും, മാനിനെ പിടിച്ചോണ്ട് വരും. കാട്ടുപോത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കാട്ടുപോത്തിനെ കൊണ്ടുവരും. എന്ത് പോത്തിനെ അവൻ കൊണ്ടുവരും. അപ്പൊ അപ്പന് വേട്ടയിൽ വലിയ താല്പര്യമാണ്, വേട്ട ഇറച്ചിയിൽ വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ഇറച്ചിയോട് ബന്ധപ്പെട്ട് ഏശാവിനോട് എന്തെന്നില്ലാത്ത ഒരു പരിഗണന. ഈ കഥയിലെ മെയിൻ കഥാപാത്രം സ്ത്രീയാണ്, അമ്മയാണ്, അല്ലെ? എത്ര ദിവസം പ്രസംഗിച്ചാൽ തീരുമെന്നൊന്നും അറിഞ്ഞൂടാ, അല്ലെ? ഈ കഥയിലെ മെയിൻ കഥാപാത്രം അമ്മയാണ്. അമ്മയുടെ ഒറ്റ കളിയാണ് ഇനി നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പന് സ്വാഭാവികമായും ഏശാവിനോടുണ്ടായ സ്നേഹത്തിന്റെ റീസൺ പറഞ്ഞു, ഇറച്ചിയിൽ കൊതി പിടിച്ചതാണ്, അല്ലേ? ഇനി നമ്മൾ ശരിക്കറിയണം, മൂത്തവനായി ജനിച്ചു വന്നവൻ ഏശാവാണ്. പക്ഷേ അവന് താല്പര്യം കാടിനോടായിരുന്നു, താല്പര്യം വേട്ടയോടായിരുന്നു. തന്നിമിത്തം അപ്പന് അവനോട് സ്നേഹം. അങ്ങനെ അത് ഒരു ഗ്രൂപ്പ് അങ്ങ് മാറി.
അമ്മയ്ക്ക് വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും അങ്ങനെയാണ് താല്പര്യം. അതിനോട് ചേർന്ന് മകൻ വീട്ടിൽ നിൽക്കുന്ന യവനോടും എന്തെന്നില്ലാത്ത താല്പര്യം. ഇനി അമ്മയുടെ റോളാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും നമുക്ക് അതല്ല പഠിക്കേണ്ടത്. ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പോകും. ഓക്കെ, താഴോട്ട് വായിക്കാം. റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഒരിക്കൽ യാക്കോബ് ഇനി പുതിയ നിയമത്തിലൊരു വാക്യം കൂടി വായിച്ചേച്ച് നമുക്ക് തിരിച്ചു വരാം. ഒരു കണ്ടമാനം വായിക്കാനുണ്ട്, നമുക്ക് എല്ലാം വായിച്ചാൽ പറ്റുകയില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കേ. എബ്രായർ 12:15. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും 14 വേണമെങ്കിൽ വായിച്ചു. എല്ലാവരോടും വായിക്കണം, നോക്കി വായിക്കണം. എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഇത് ആചരിക്കേണ്ട ഒരു സാധനം അല്ലേ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അപ്പൊ ശുദ്ധീകരണം ചുമ്മാ വന്ന് കയറുന്ന ഒരു സാധനമല്ല. സമാധാനവും വെറുതെ വന്ന് കയറുന്ന ഒരു സാധനമല്ല. കുറച്ച് വില കൊടുത്താലേ പറ്റത്തുള്ളൂ. എല്ലാവരോടും ശുദ്ധീകരണം, സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നല്ല ഉത്സാഹിക്കണം. എന്നാലും നടക്കുള്ളൂ. അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ അത് നമ്മൾ അങ്ങനെയല്ല. മാക്സിമം എല്ലാവരോടും നമ്മൾ സമാധാനം ആചരിക്കണം. പിണങ്ങിയിരിക്കരുത്. അല്ല, ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളൊക്കെ പലരും പിണങ്ങിയിരുന്നിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. വലിയ സന്തോഷം അല്ലേ? കാരണം അവൻ ഇപ്പോഴും എനിക്ക് പാര വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് പാര വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിണ്ടുന്ന അവനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ ഒരു സ്നേഹം അവൻ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് മിണ്ടാൻ അവന് ബുദ്ധിമുട്ടാണ്. വേണ്ട, അവൻ മിണ്ടണ്ട അല്ലേ? അവൻ മിണ്ടാത്തതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഞാൻ അങ്ങോട്ട് ചെന്ന് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എതിരെ അവിടെ ഒരു പേപ്പർ അവന് കൊണ്ട് അവനോ പിശാചിന് അവന്റെ പേരിലോ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മനസ്സിലാണ്ടോ? അപ്പൊ ഇനി ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് മിണ്ടാൻ പോയി അവന് മനപ്രയാസമാണ്. പിന്നെ എന്തിനാണ് ഞാൻ പോകുന്നത്? ഓക്കെ, തിരിച്ചു വരാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. സ്വതന്ത്രം ഇതൊരു ഉത്സാഹമാണ്. ഉത്സാഹത്തോടെ തന്നെ നമ്മൾ ചെയ്യണം. നമ്മളതിൽ ഭാരപ്പെടേണ്ട ഒരു കാര്യമില്ല. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ ഒക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ആർക്കും തോൽപ്പിക്കാൻ ഒക്കില്ല അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ ഭൂമിയിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് കൊണ്ടുപോയി ഇത് എഡ്യൂർ സാർ എടുത്തോണ്ടോ എനിക്കെന്ത് കുഴപ്പം? എനിക്കിത് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ സാർ എടുത്തോണ്ട് പോവാണ്. ഞാൻ ഇത് പിടിച്ചു വാങ്ങിക്കാൻ സാറിന്റെ പുറകെ പോയി ഒരു കല്ലെടുത്തൊരു ഏറി കൊടുത്തു സാറിനെ ഉപദ്രവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അല്ലേ? വേറെ കാര്യമൊന്നുമില്ല. നമ്മളൊന്നും എടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല. പിശാചിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ആ ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പ് നമുക്കായാൽ പിശാച് ആ സാധനവും കൊണ്ട് നമ്മളെ പിറകെ നടക്കൂല. ഒന്ന് കണ്ടോ? പിശാച് ചിലരെ പിറകെ നടന്ന് നാണം കെട്ടിട്ട് പിശാച് പോയി. ഇനി നടക്കൂല അല്ലേ? നമ്മൾ ആ രീതിയിൽ ട്രെയിൻഡ് ആവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമക്കളാവണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല കേട്ടോ. അപ്പോ നമ്മളിപ്പോ മറ്റുള്ളവരുമായി സമാധാനം സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലേ, ഞാനും ബാലു തമ്മിൽ സമാധാനത്തിൽ ഇരുന്നില്ലെങ്കിലുള്ള പ്രശ്നം എൻ്റെ അകത്ത് ഇങ്ങനെ കയ്പ് കാണും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറി ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വാഭാവികം ഉണ്ടാവും കേട്ടോ. നമ്മൾ തമ്മിൽ എത്ര അടുപ്പായിരുന്നാലും ഉണ്ടാവുമ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. അതാണ് ഈ കല്ലിന്റെ ഒരു പ്രശ്നം. കല്ലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടി ഇതിന്റെ മൊന പൊട്ടണം. നമ്മളാണെങ്കിൽ അടുക്കുകയല്ല, ദൂരെ നിർത്തിയിരിക്കുക. അപ്പൊ എന്റെ മോനെ അവൻ്റെയിലും തട്ടുകയല്ല, അവന്റെ മോനെ എന്റെയിലും തട്ടുകയല്ല. അപ്പൊ മൊന പൊട്ടില്ലല്ലോ. ഇതെന്തിനുള്ള? നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കണം. അപ്പോഴാണ് നമ്മുടെ മൊന പൊട്ടുന്നത്. മൊനയൊക്കെ പൊട്ടി നല്ല കോബിൾഡ് സ്റ്റോൺസ് ആയിട്ട് നമ്മൾ വരണം. അതിന് കൂട്ടായ്മ ആചരിച്ചാലേ പറ്റുള്ളൂ. ഇനി അങ്ങേര് പറയുന്നത് കേൾക്കുന്നുമില്ല, അങ്ങേരെ അടുത്ത് പോകുന്നുമില്ല. അപ്പോ മൊന എവിടെ ഇരിക്കും അല്ലേ? മറ്റത് മൊന പൊട്ടി നല്ല പോളിഷാവും. ഭയങ്കര വേദനയാണ് കേട്ടോ. അത് പൊട്ടി പോളിഷാവും. സ്തോത്രം. നമ്മൾ നല്ല പക്കയാവും. ഇതിപ്പോ നമ്മളങ്ങനെ പക്കയായില്ലെങ്കിലുള്ള പ്രശ്നം ഇത് നമ്മുടെ അകത്തിരിക്കും. ഈ ചിന്ത നമ്മുടെ അകത്തിരുന്ന് ഇങ്ങനെ പിന്നെ ബാലു എന്ന പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഒരുമാതിരിയാവും അല്ലേ? അകത്തെനിക്ക് ഒരുമാതിരി എന്തുണ്ട്, ഉറുമ്പൂരും പോലത്തെ ഒരു അനുഭവം. അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? ചിലരുടെ പേര് കേൾക്കുമ്പോൾ ഒരു പരവേശം വരുന്നുണ്ടോ?
അത് മാറണം. അതാ ശുദ്ധീകരണം കൂടാതെ സ്വർഗത്തിൽ പോക്ക് നടക്കൂല. അപ്പൊ പിശാചിന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഒരു ഡ്രോപ്പ് അടിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീറി നടക്കും. ശുദ്ധീകരണം വരത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല, എല്ലാം ആരാധനയ്ക്ക് പോകും. അതിന് പിശാചിനെന്തുവാ? നല്ല പ്രസംഗം, അതിന് പിശാചിനെന്തുവാ? നിങ്ങൾ ആരാധിച്ചാലും പ്രശ്നമില്ല, പ്രസംഗിച്ചാലും കുഴപ്പമില്ല, യൂട്യൂബിൽ വീഡിയോ ചെയ്താലും പിശാചിന് ഒരു കുഴപ്പമില്ല. ശുദ്ധീകരണം ഇല്ലാത്തിടത്തോളം പിശാചിന് ഉറപ്പുണ്ട്, അവൻ എത്ര ചാടിയാലും അങ്ങ് വരും. പിശാചിനറിയാം എവിടെ പോയാലും നരകത്തിൽ വരും. ശുദ്ധീകരണം വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമെന്നാണ് പറയുന്നത്. കപടം. അത് ശുദ്ധീകരിക്കാനായി യേശപ്പം വന്നത്. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാക്ടീസ് ചെയ്തൊന്നും ശുദ്ധീകരണം ആവൂല. പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനാൽ. ആരും ദൈവകൃപ വിട്ട് ആരും കണ്ട എല്ലാരും ചേർത്ത് പറയാ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. കണ്ട, കയ്പുള്ള വേര് മുളച്ചുള്ള പ്രശ്നം കലക്കം വരും. അപ്പോൾ ആദ്യം ഇതിന്റെ പ്രശ്നം എന്താ? ആരും ദൈവകൃപ വിടരുത്. ദൈവകൃപ വിട്ടാൽ പട്ട താഴോട്ട് വരും. അപ്പോൾ ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പും, ഏത് കയ്പും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കയ്പ് എങ്ങനെ വരുന്നതൊന്നും അറിയാൻ പറ്റില്ല, അല്ലേ? ചിലപ്പോൾ അയാൾ പ്രസംഗിച്ചപ്പോൾ കുറച്ചുകൂടി എന്നെക്കാളും പ്രസംഗിച്ചത് ശരിയായി, എനിക്കങ്ങ് കയ്പ് വരും, അല്ലേ? ആൾക്കാർ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞില്ല, ബാലു പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു, എനിക്ക് പിന്നെ ആകെ ശൗലിന്റെ ഇത് വരും. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ ബാലുവിനെ വെളിയിലാക്കാം. ഈ ബാലു പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും എങ്ങനെ ഒരു പണി കൊടുക്കാം, അല്ലേ? അങ്ങനെ ഉണ്ടാവും, അല്ലേ? പണ്ട് ഇവിടെ ആർക്കോ പാടാൻ വേണ്ടി മൈക്ക് കൊടുത്തപ്പോൾ ഇവിടെ ഭയങ്കര കുശുകുശിപ്പ്. അതെന്തിനാണ് മൈക്ക് കൊടുത്തത്? ഇവന്റെ ചോദിച്ചിട്ടാണ് എനിക്ക് മൈക്ക് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൊടുക്കും ഞാൻ. സുരേഷ് മനോഹരമായി കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചതിനേക്കാളും നല്ല മനോഹരമായി പ്രസംഗിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്, അല്ലെ? നിങ്ങൾ എല്ലാവരും ഫസ്റ്റിനേക്കാളും സെക്കൻഡ് കയറി വരുന്നുണ്ട്, അല്ലേ? ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ വളരണമെന്ന് നമ്മൾ വിചാരിക്കണം. അല്ല, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറഞ്ഞ പാർട്ടികളുണ്ട്, അവർ തറവിടാതെ പോയി. എനിക്ക് പറഞ്ഞു നടക്കാനൊന്നും പറ്റൂല. അപ്പൊ അവർ പറഞ്ഞു നടക്കുന്നത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണമെന്നാണ്. വീട്ടിൽ പോയി വിളിക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ അതിന് സ്ഥലമില്ല, അതിനുള്ള അതിന് സമയമില്ല എനിക്ക്. പിന്നെ ഞാൻ എപ്പോഴും താങ്ങിക്കൊണ്ട് നടക്കണം. അയ്യോ വീശി തരട്ടോ. ഇവരുടെ വിചാരം ഇതെന്തോ നമ്മുടെ എന്തോ, അല്ലേ? നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് കയറി പോകാനുള്ളതിന്, അല്ലേ? വിജയകുമാർ സാർ പറഞ്ഞു വണ്ടി വിട്ടു തരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോവോ? അതൊരുമാതിരി അന്യായമല്ലേ? അല്ലേ? ആ വണ്ടിക്കകത്ത് കാപ്പി തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? അപ്പൊ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്കനുസരിച്ച് നമ്മൾ തിരിച്ചറിയണം, ഇത് നമുക്ക് വേണ്ടിയാണ്, അല്ലേ? ദൈവത്തിന് വേണ്ടിയല്ല. ദൈവത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അതിനോടുള്ള ദൈവത്തിന്റെ ആ സ്നേഹമാണ് ദൈവം ഇങ്ങനെ ഇറങ്ങി നമ്മൾ അടുത്തോട്ട് വരുന്നത്. നമ്മളപ്പോ കിടന്ന് അഭ്യാസം കാണിക്കരുത്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആരും ദൈവകൃപ വിട്ട്. ആ വിട്ടെന്ന വാക്ക് ഭയങ്കര വാക്കാണ്. നമ്മൾ ഇന്നലെ രാത്രി പഠിച്ച വാക്കാണ് വിട്ട്. അതിപ്പോ വന്ന് കയറരുത്, ഞാൻ ഇപ്പൊ കണ്ടതാ അത്. സ്വതന്ത്രം വിട്ട്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് കണ്ടോ? വിളിച്ചവനെ വിട്ട്. നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലോട്ട് പോയി. ഇത്ര വേഗം നിങ്ങൾ വിട്ടുകളഞ്ഞു. ഇത് ഭയങ്കര. ഈ വിടാതെ മരണം വരെ സൂക്ഷിക്കുന്നവരാണ് വിജയിക്കുന്നത്. വിടാൻ എളുപ്പമാണ്, കണ്ണട തുറക്കുമ്പോൾ വിടാം. ഞാൻ സഭ വിടുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞ, കർത്താവിനെ വിടുന്ന കാര്യമാണ്. സഭ നിങ്ങൾക്ക് എവിടെ വേണോ പോവാ, നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത്, അല്ലേ? ഇന്ന KSRTC ബസ്സിലേക്ക് കയറാൻ പാടുള്ളൊന്നുമില്ല. 500 ബസ് ഉണ്ട്, നിങ്ങൾക്ക് ബോർഡ് നോക്കി കയറണം ഇത് എങ്ങോട്ട് പോകണമെന്ന്. കൊള്ളാന്നുള്ളത് നോക്കി കയറി കളയല്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകൂല, അല്ലേ? അത് നിങ്ങൾക്ക് ഇന്ന ബസ് തന്നെ വേണമെന്നുണ്ടാ. നമ്മൾ ബസ്സിന്റെ ചന്തമല്ല നോക്കുന്നത്, ബോർഡ് മാത്രമേ നോക്കുള്ളൂ. സ്വതന്ത്രം. അതുകൊണ്ട് നിങ്ങൾ ബോർഡ് നോക്കിക്കൊള്ളുക, കയറിക്കൊള്ളുക. ഏത് സമയം പോയാലും ഒരു കുഴപ്പമില്ല. വചനപ്രകാരം ജീവിക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ടാൽ മതി. സ്തോത്രം. ഇത്ര ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ
വിട്ടുകളഞ്ഞു. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ, കേട്ടോ വാക്കിന്റെ മൂർച്ച കണ്ടോ, പിന്മാറുകയോ. പിന്മാറിക്കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന സാധനം ഒരു 7 അവിടെ പറയുക ഞാൻ. ദൈവകൃപ വിട്ടു, അതാണ് നമ്പർ 1. നമ്പർ 2, കയ്പുള്ള വേര് മുളച്ചു. അപ്പൊ കയ്പുള്ള വേര് മുളയ്ക്കണമെങ്കിൽ ദൈവകൃപ വിട്ടാലേ പറ്റൂ. ദൈവകൃപയിൽ നിന്നുകൊണ്ട് ആർക്കും കയ്പുള്ള വേര് മുളയ്ക്കുകയല്ല. നമ്പർ 3, കലക്കമുണ്ടാക്കി. ഇത് കയറി കഴിഞ്ഞാൽ കലക്കം വരും. വീട്ടിൽ വരെ കലക്കം വരും. ഭാര്യയും ഭർത്താവും കലങ്ങും, അപ്പനും അമ്മയും കലങ്ങും, മക്കളുമായിട്ട് കലങ്ങും, നാട്ടുകാരുമായിട്ട് കലങ്ങും, ആകെ കലങ്ങും, പള്ളിയിലും കലങ്ങും. പിന്നെ അങ്ങ് കലക്കത്തോടെ കലക്കം. ചില ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, 3 ആഴ്ചയായി ചർച്ചിൽ പോകുന്നില്ല. അതെന്താണ്? ഭ്രാന്ത് പിടിച്ചല്ല എന്തോ? അതെ, ചുമ്മാ ന്യായം പറയാണ്. അവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇയാളെങ്ങനെയാണെന്ന് ആദ്യം പറ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതെ, നമ്മളാരാണ്, നമ്മളെങ്ങനെയാണെന്ന് പറയൂ. അല്ല, ഞാനിപ്പോ KSRTC ബസ്സിൽ കയറുന്നില്ല. കാര്യം എന്തുവാ? എനിക്ക് യാത്ര ചെയ്യണ്ട. അങ്ങനെ ഞാൻ ബസ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ബസ് ഒന്നും ശരിയല്ല, ബസ് കഴുകുകയല്ല, സീറ്റ് കീറിയിരിക്കുന്നു, എനിക്ക് വേണമെങ്കിൽ കയറടേ. ഞാൻ അതിനെ കുറ്റം പറയുന്ന കാര്യമില്ല. അത് ഒരുപാട് ആൾക്കാർ അവരവരുടെ യാത്രയ്ക്ക് പോകുന്നുണ്ട്, അവരവർ പോയി അവരുടെ കാര്യം നോക്കുന്നുണ്ട്, അല്ലേ? പറ്റുമൊക്കെ ചെയ്യുക. KSRTC പോകുന്നതിനേക്കാളും കംഫർട്ടായിട്ട് ട്രെയിനിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക. ഇച്ചിരി കാശും കിട്ടും, ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക. സ്വന്തം കാറിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക. നടന്നു പോയാൽ മതി, അങ്ങനെ പോവുക. നിങ്ങളുടെ സൗകര്യത്തിന് പോവുക, സ്ഥലത്തെത്തണം, അല്ലേ? പിന്നെ ആരുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല, അത് പരുവക്കേടാണ്. അങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കുന്നതും വേണ്ട. അതിന് പറമ്പിലിരുന്ന് അത് കഴുകം കൊത്തിക്കൊണ്ടുപോകും, അതിന്റെ കുഞ്ഞിന് കൊടുക്കും. സ്തോത്രം. നമുക്ക് അപ്പൊ കയ്പുള്ള വേര് മുളച്ച്, ദൈവകൃപ വിട്ടു, നമ്പർ 1. കയ്പുള്ള വേര് മുളച്ചു, നമ്പർ 2. കലക്കമുണ്ടാക്കി, നമ്പർ 3. അനേകർ മലിനപ്പെട്ടു. ഈ ഒരാൾ കാരണം അനേകർ മലിനപ്പെട്ടു. അനേകർ കൃപയെന്ന് പോയി. ഈ ഒരു പാർട്ടി കാരണം, ഈ ഒരു പാർട്ടിയുടെ വർത്തമാനം കാരണം അനേകർ കൃപയെന്ന് പോയി. അടുത്ത് ദുർനടപ്പുകാരായി. നമ്മൾ കാരണം എങ്ങനെയുണ്ട്? ആൾക്കാർ ഗുണം പിടിക്കുന്നുണ്ടോ? ദുർനടപ്പുകാരനാണെന്നുണ്ടോ? അടുത്തത് ജ്യേഷ്ഠാവകാശം വിറ്റു. അടുത്തത് അഭക്തനായി. ഭക്തനായിരുന്ന മനുഷ്യനാണ് പടക്കം പൊട്ടിയുള്ള 7 പടി താഴെ ഇറങ്ങിയപ്പോ അഭക്തനായി. എന്താ ഇതിന്റെ കാര്യം? മെയിൻ കാര്യം ഇനി അടുത്ത വാക്യോട് വായിച്ചു വെച്ച് നമുക്ക് തിരിച്ചു പോവാം, അല്ലെങ്കിൽ പിന്നെ എബ്രായ ലേഖനത്തിൽ വരേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ ഏശാവിനെ കുറിച്ച് പറയുകയാണ്. നല്ല ഡീസന്റ് പുള്ളി. ഏശാവ് ആരാ? ഇസഹാക്കിന്റെ ആദ്യജാതനാണ്. അവൻ ആദ്യജാതനായി പുറത്തേക്ക് വരുമ്പോൾ അവന്റെ കാലിൽ പിടിച്ചു വരികയാണ് രണ്ടാമത്തവൻ, അല്ലേ? പക്ഷെ അവിടെ വെച്ച് ചവിട്ടി പറിച്ചവൻ വെളിയിൽ വന്നു. അത് അവന്റെ കഴിവ് കൊണ്ടല്ല. അവൻ വെളിയിൽ ആദ്യം വന്നതിന്റെ കഴിവ് ദൈവത്തിൻ്റെതാണ്. പക്ഷെ വെളിയിൽ വന്നതിന് ശേഷം അവൻ രണ്ടാമനായി പോയതിന്റെ കഴിവ് സ്വന്തം തന്നെയാണ്. അതിന്റെ ക്രെഡിറ്റ് അവൻ തന്നെയാണ്. അവനെ ആദ്യജാതനായി പുറത്തു കൊണ്ടുവന്നതിന്റെ കഴിവ് ദൈവത്തിൻ്റെതാണെങ്കിൽ, അവന്റെ ആദ്യജാതൻ എന്ന പൊസിഷൻ നഷ്ടപ്പെട്ട് അവൻ രണ്ടാമനായി പോയതിന്റെ കഴിവ് അവന്റെ സ്വന്തം തന്നെയാണ്. അതിനവൻ ഇറങ്ങിപ്പോയ പടികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ദൈവകൃപ വിട്ട് പിന്മാറി കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെട്ടു, ദുർനടപ്പുകാരായി, അഭക്തരായി. ഏശാവിന്റെ തലമുറ മുഴുവനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അനേകർ മലിനപ്പെടുന്ന ഏശാവിന്റെ തലമുറ മുഴുവൻ മലിനപ്പെട്ടു, മുഴുവൻ അഭക്തരായി, മുഴുവൻ നശിച്ചു. അടുത്ത് പറയുന്നത് ഇതിന്റെ പ്രശ്നം എവിടെ നിന്നാണ്? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ അഭക്തൻ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുള്ളത് തന്നെ ഒറ്റ ഊണെന്ന് നമ്മൾ പറയും. വാസ്തവത്തിൽ ബൈബിൾ അതിനെക്കുറിച്ച് പറഞ്ഞ ലംബ് ഫുഡ്, ഒറ്റ ഉരുള ഫുഡിന് വേണ്ടി. ഒറ്റ ഉരുള ഫുഡ് നാവിൽ തട്ടുമ്പോൾ പ്രശ്നം തീരുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേട്ടോണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ക്ലാസ്സിന് പറഞ്ഞിരുന്നു അത്. അപ്പൊ അതിനകത്ത് അയാൾ പറയുകയാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മളെ കൊല്ലുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മലയാളി മരിക്കുന്നത് ആഹാരം ഇല്ലാത്തത് കൊണ്ടല്ല, ആഹാരം കൂടുതലായിട്ടാണ്, അല്ലേ? നാക്കിലുള്ള
രസമുകുളങ്ങൾ മാത്രമാണ് ഇതിന്റെ രസം അനുഭവിക്കുന്നത്. അകത്തോട്ട് ചെല്ലുമ്പോൾ ഇത് തിരിയുന്നത് ഇതിന്റെ മൂലകങ്ങളായിട്ടാണ് തിരിയുന്നത്, അല്ലേ? വായിക്കാത്ത വയ്ക്കുമ്പോൾ ഇത് കുഴിമന്തിയാണോ, പിന്നെന്തൊക്കെയാണ്, പൊറോട്ടയാണോ, ചിക്കൻ ചില്ലിയാണോ, 65 ആണോ, ഇങ്ങനെ നമുക്ക് ഉണ്ട്. ഇത് നാക്കിലും മൂക്കിലും കണ്ണിലും മാത്രമേ ഉള്ളൂ ഇതിന്റെ രസം. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്കായാലും കുഴിമന്തി ആയാലും ഒരുപോലെ തന്നെയാണ്, അല്ലേ? അപ്പൊ നാക്കിനെയും കണ്ണിനെയും കണ്ണിന്റെ ഇതിനെ മാത്രം മൂക്കില് ഇച്ചിരി ഇത്രയും സുഖിപ്പിക്കാനാണ് നമ്മൾ ഇതിൽ നടത്തുന്ന കൂടുതൽ കലാപരിപാടി. ഈ തിന്നുന്നത് മുഴുവൻ ശരീരത്തിന് കേടാണ്. തിന്നിട്ട് വല്ല അന്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീറ്റയോട് തീറ്റ, ഒരു സമാധാനം ഇല്ലാതെ തിന്നുകയാണ്. ദൈവകൃപ വിട്ട് തിന്നുന്ന ആൾക്കാരുണ്ട്, അല്ലേ? വീട്ടിൽ കലക്കം ഉണ്ടാക്കി തിന്നുന്ന ആൾക്കാരുണ്ട്, വേറൊരു മനുഷ്യനും കൊടുക്കാതെ അല്ലേ? ബാക്കിയൊക്കെ പറഞ്ഞ് നിങ്ങളെ മനപ്രയാസപ്പെടുത്തുന്നില്ല, അടുത്ത ആഴ്ച വരാനുള്ളതല്ലേ, അല്ലേ? അപ്പോൾ ഇവിടെ ചുമ്മാ ഈ തിന്നുന്ന മുഴുവൻ രോഗമാണ് തിന്നുന്നത്. നിങ്ങൾ ആലോചിക്കുക, രോഗം തിന്നുന്ന മലയാളി. ഞാനാലോചിച്ചു, ശരിയാണ്, എന്തിനാണ് തിന്നുന്നത്? തീറ്റയോട് തീറ്റ, മത്സര തീറ്റ, അല്ല, ചുമ്മാ തിന്നാണ്. മൊത്തം രോഗം ഒരാവശ്യമുള്ളതല്ല, അല്ലേ? തീറ്റയോട് തീറ്റ. ഇവിടെ യേശാവിന് പറ്റിയ കെണി ഒരു ഊണിന് ജ്യേഷ്ഠാഭാഷം വിളിപ്പിക്കുകയാണ്. ജ്യേഷ്ഠാഭാഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനമാണ്. ആദ്യജാതന്റെ പട്ടമാണ്. അപ്പൻ കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ ജ്യേഷ്ഠനാണ്. അപ്പനോളം പൊസിഷനാണ് ജ്യേഷ്ഠന്. അത്ര ഹൈ പൊസിഷൻ പുള്ളി ഒറ്റ ഊണിനെ തള്ളിക്കളഞ്ഞു. അതാ ഇവിടെ പറഞ്ഞ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനാവാതിരിപ്പാൻ കരുതിക്കൊള്ളണം. ഇനി കേക്ക് വൈകി. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. അവൻ പിന്നത്തേതിൽ പായസത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. അവൻ ആഗ്രഹിച്ചു. ശരി, അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴത്തേക്ക് പായസത്തിന്റെ സമയം കഴിഞ്ഞേ, അതിന്റെ രുചിയൊക്കെ പോയി. കുറെ കഴിഞ്ഞപ്പോ അപ്പോഴാണ് ആലോചിച്ചപ്പോ മറ്റു സമയം എടുത്തോണ്ട് പോയി, അത് ജേഷ്ഠാഭാഷം കൊണ്ടുപോയി. പിന്നെ പുള്ളി വരികയാണ്, അപ്പാ ഇനി നിന്റെ ഒന്നുമില്ലേ? അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല മക്കളെ, എല്ലാം പോയി, അല്ലേ? ആ ചെറുക്കൻ വന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ അവനെ ശപിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കുക നടക്കൂല. അവനെ അനുഗ്രഹിച്ചു, ഒപ്പിട്ട് വാങ്ങിച്ചോണ്ട് പോയി. അവൻ കൊണ്ടുകൊടുത്ത എന്തിറച്ചിയാണ്? എന്തോ ഇറച്ചി. അപ്പം വിചാരിച്ചു വേട്ട ഇറച്ചി ആയിരിക്കുമെന്ന്. ഇറച്ചിക്കൊതിയനായ അപ്പനെ അമ്മ പറ്റിച്ചതിൽ എനിക്ക് ഖേദമില്ല, അല്ലേ? ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എന്താണിത് ഒരു പ്രശ്നമല്ലാതായി മാറിയത്? കാരണം ഇവൻ ഇറച്ചി കൊതിയനാണ്, മറ്റവൻ കാട് വഴി നടക്കുന്നവനാണ്. അവൻ എന്തിനാണ് ജ്യേഷ്ഠാവകാശം? സാധുശീലനായ വീട് നോക്കി നടക്കുന്ന ഈ ചെറുക്കന് ജ്യേഷ്ഠാവകാശം കിട്ടിയാൽ കൊള്ളാന്ന് അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ട് അമ്മ കളിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ നീ നിന്നാൽ ഇതിപ്പോ ഞാൻ തട്ടിയിട്ട് തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യേശാവിനായിരുന്നു ജ്യേഷ്ഠാവകാശം കിടന്നതെങ്കിൽ ഈ ഇസ്രായേലിന്റെ ഗതി എന്താവും ആലോചിച്ച്. യേശാവിനെ കർത്താവിനെ ദ്വേഷിച്ചേ പറ്റൂ. കാരണം യേശാവ് ഒന്നും രണ്ടും അല്ല, യേശാവ് മൊത്തത്തിൽ തരികടയാണ്. പിന്നത്തേതിലാള് എന്ത് ചെയ്തു? തിരിച്ചു കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹിച്ചപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി. കണ്ണുനീരോടെ കരഞ്ഞിട്ടും അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നറിയും. ഈ വാക്കുകൾ ശ്രദ്ധിച്ചോണേ. കണ്ണുനീരോട് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ഇതൊന്നിന്റെയും കാര്യമില്ലായിരുന്നു പായസം കണ്ട് വീഴാതിരുന്നെങ്കിൽ. സ്വതന്ത്രം. ഇനി നമ്മൾ ഈ കരഞ്ഞ് കലങ്ങി മാനസാന്തരത്തിന് അവസരമില്ലാതെ അസ്വസ്ഥനായി നടക്കേണ്ടി വന്ന യേശാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. പിടിയിട്ടല്ലോ. ഇപ്പൊ 2 മക്കളുണ്ട്. ഒരുത്തൻ മുമ്പേ ഇറങ്ങി വരികയാണ് യേശാവ്. മറ്റവൻ കാലിൽ പിടിച്ചോണ്ട് വന്നു, എന്നിട്ടും കാര്യം ഉണ്ടായില്ല. ഇവൻ തന്നെ ആദ്യം വെളി വന്നു. കാലിൽ പിടിച്ചോണ്ട് വന്നവൻ പിടിവിട്ടില്ല. അവൻ ചേട്ടന്റെ കാലിൽ മാത്രമല്ല പിടിക്കുന്നത്, അവൻ ആരെ കാലും പിടിക്കും.
അവൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എനിക്ക് അനുഗ്രഹം പ്രാപിച്ചേ പറ്റൂ. ദൂതന്റെ കാലിൽ കയറി പിടിച്ചു കളഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ വിടത്തില്ല. ദൂതനെ പിടിച്ചേർത്ത് വിടല്ലേ, നീ എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ വിടത്തില്ല. കണ്ടോ? ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുമെങ്കിൽ ജന്മനാ രണ്ടാമനായി പോയവൻ ജീവിതത്തിൽ എല്ലാവരെയും തള്ളി മാറ്റി ദൂതനെ വരെ പിടിച്ച് പിറകിലോട്ട് നിർത്തി ഫ്രണ്ടിൽ കയറാൻ യാക്കോബിന് കഴിഞ്ഞെങ്കിൽ അവനാണ് ഇസ്രായേൽ. അവനാണ് ഇസ്രായേൽ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് യാക്കോബിനെ കർത്താവ് തെരഞ്ഞെടുക്കാൻ കാരണം. യാക്കോബിനെ കർത്താവ് നോക്കുമ്പോ യാക്കോബ് വീട് വിട്ട് ഓടി ഒരിടത്ത് ഒരു കല്ലെടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. എവിടുന്ന വെറുതെ അപ്പനെയൊക്കെ പറ്റിച്ച് ഓടുകയാണ്. ചേട്ടപ്പള്ളി കൊന്നുകളയൊന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, മോനെ സ്ഥലം വിട്ടോ, അമ്മായിയപ്പന്റെ വീട്ടിൽ പോയി നോക്കി നിന്നു, അവിടെ പിള്ളേരുണ്ട്, ആടിനെ നോക്കി പൂച്ചങ്ങളെ കെട്ടിക്കൊണ്ട് വരാൻ നോക്ക്, യവൻ നിന്നെ കൊന്നുകളയും. അമ്മ പറയും പോലെ കേൾക്കുന്ന മോൻ. ഇതൊക്കെ നിസ്സാര കളിയല്ല കേട്ടോ. അമ്മ പറയും പോലെ കേൾക്കുകയാണ്. യാക്കോബ് പോവാണ്, നേരെ അങ്ങ് പോയി അമ്മായിയപ്പന്റെ അടുത്ത് ചെന്ന് അങ്ങേരെ സോപ്പിട്ട് അല്ലേ പെങ്കൊച്ചിനെ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞ്, കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അയാളുടെ ക്ഷമ നോക്കിക്കൊള്ളണം. 7 കൊല്ലം ആടിനെ നോക്കി. അപ്പോഴ് ഇങ്ങേർക്ക് പണി കൊടുത്തു. വലിയ ലുക്കില്ലാത്ത പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. എന്നിട്ടും യാക്കോബ് വിട്ടില്ല. അതാണ് യാക്കോബ്. ഞാൻ 7 കൊല്ലം കൂടെ നിൽക്കാം, റാഹലിനെ കൊണ്ട് ഞാൻ പോകും. നമ്മളതെ പറഞ്ഞ ലായെങ്കിൽ ലായ, ഇനി മേലിൽ അപ്പന്റെ വീട്ടിൽ വന്നും പോരുത്, അമ്മായിയപ്പനെ വിളിച്ചും പോരുത്, നിന്നെ കൊണ്ട് ഞാൻ പോവാ. കേട്ടോ? അങ്ങനെ ഒന്നും ഇവിടെ ഓടാൻ യാക്കോബ് തയ്യാറല്ല. ഇറക്കാട് ഇനി ആട് നമ്മള് അല്ലേ. അടുത്ത അപ്പന്റെ അമ്മായിയപ്പ പറഞ്ഞു, നീ എന്നെ പറ്റിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആട് ഇങ്ങനെയാണ്. അതാനും പറഞ്ഞു, നിനക്ക് ഏത് കളർ ആട് വേണം പറ. അബ്ബായിയപ്പൻ്റെ നിനക്ക് ഏത് കളർ ആട് വേണം? ഇന്ന ആട്, വരേനാട് നിനക്ക്, മറ്റത് എനിക്ക്. ആ ശരി, കാണിച്ചു തരാം. അവിടെ ഇവിടെ പിറകി ആടുകൾ ഇണചേരാൻ വരുമ്പോ കണ്ടുകൊണ്ട് നിൽക്കേണ്ടതിന് പാകത്തിന് സംഭവം സെറ്റ് ചെയ്ത് വെച്ചു. അത് കണ്ടുകൊണ്ട് ആടുകൾ ഇണചേരുമ്പോൾ അതേ കളർ പ്രസവിക്കും. ലാബാൻ 5-6 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ യവന്റെ ആട് പിന്നെ എണ്ണത്തിൽ കൂടുതൽ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഒരു കാരണവശാലും യാക്കോബിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അവിടെയാണ് യാക്കോബിന്റെ കളി. എന്നാൽ യാക്കോബിന്റെ ബ്രദർ ഒന്നാമനായി ജനിച്ചു വന്ന യേശാവ് നിസാര കേസിൽ തോൽപ്പിക്കാം. ചുമ്മാ പൈസ ഉണ്ടാക്കി കൊടുത്താൽ ഇതേ അടക്കണു. അവനെ എങ്ങനെ ഇസ്രായേലിന്റെ പ്രഭുവാക്കി വെക്കും? പായസ കൊതിയനെ. ആ യാക്കോബിന്റെ മക്കളാണ് ഇന്ന് അവിടെ നിൽക്കുന്നത്. ആരടിക്കുമെന്ന് പറഞ്ഞാലും വിടുകയല്ല, അടിയടാന്ന് പറയും. എന്നാ നീ പറയും, ഇറാനാ ബാ, തുർക്കിയോ ബാ, യേശാവാരത്തേക്ക് പറഞ്ഞ ഇച്ചിരി പായസം തന്നാ മതി, നീയൊക്കെ എല്ലാം എടുത്തോണ്ട് പോകും, നമുക്ക് ഇവിടെ ഒന്നും വേണ്ട. എനിക്കിതൊക്കെ എന്തിന്? ഇത് യാക്കോബിന്റെ മക്കളാ അവിടെ നിൽക്കുന്നത്. അവന്മാർ അതാ പറഞ്ഞത്, നിന്റെ പായസം വേണ. കേട്ടോ? ആ ക്വാളിറ്റി ഇവിടെ കിട്ടിയോ? അത്ര ക്വാളിറ്റി ഉള്ളവനായതുകൊണ്ടാണ് യാക്കോബ് കിടന്ന് പേടിച്ച് ഉറങ്ങുമ്പോ സ്വപ്നം കാണുകയാണ്. ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. യേശാവ് ഈ സ്വപ്നം കണ്ടെങ്കിൽ പേടിച്ച് ചോടിക്കളഞ്ഞനെ അല്ലേ? യാക്കോബ് എഴുന്നേറ്റ് പറയാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാൻ അറിഞ്ഞില്ല. എന്നിട്ടൊരു കല്ലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് അയാൾക്ക് അന്ന് അറിയാന്നുള്ള പോലെ അതിന്റെ മേളിൽ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് പുള്ളി പറയാ, ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് ക്ലിയർ ആയിട്ട് ഉടുപ്പും ആഹാരം എല്ലാം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കാലയും പണിയും, ഞാൻ നിന്റെ കൂടെ നിൽക്കും. എഗ്രിമെന്റ് യാക്കോബ് അങ്ങോട്ട് ചെയ്യാണ്. ഞാൻ ആര് ചെയ്യും? യാക്കോബ് അങ്ങോട്ട് എഗ്രിമെന്റ് ചെയ്യാണ്. എന്നിട്ട് പോയിട്ട് വിജയിച്ച് തിരിച്ചു വരികയാണ്. അതാണ് യാക്കോബ്. ഇതിൽ ഒരു സ്ഥലത്ത് യേശാവിനെ എടുക്കാൻ പറ്റത്തില്ല. യേശാവ് ആദ്യം ജനിച്ചു വന്നെന്ന് മാത്രമേ ഉള്ളൂ. മേലിൽ രോമമുണ്ട്, അവൻ മൃഗമാണ് അവൻ. അല്ലേ? യാക്കോബ് അവിടെ നിന്നേ ശ്രമിച്ചതാണ് കാലിൽ പിടിച്ചോണ്ടിരിക്കുക, നടന്നില്ല. ഇനി വന്നിട്ട് തൂക്കിയെടുത്ത് വിളി കളഞ്ഞു, കൂടാതെ പറഞ്ഞു. കേട്ടോ? അവനാവണം നമ്മൾ. അതാ ദൈവത്തിന്റെ ദൂതനം നമ്മൾ പറയുന്നെങ്കിലും അവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ദൈവത്തെയാണ് പിടിച്ചു നിർത്തിയവൻ. അല്ല, ദൈവം പറഞ്ഞു, ദൈവത്തോടെ മല്ല് പിടിച്ച് ജയിച്ചതിനാൽ നിന്റെ പേരിന് യാക്കോബ് വേണ്ട, ഇസ്രായേൽ മതി. ഉപായി എന്ന് വേണ്ട, ദൈവത്തിന്റെ പ്രഭു എന്ന് മതി. നീ ആള് നിസ്സാരക്കാരനല്ല. എനിക്ക് തോന്നുന്നു പിന്നെ ദൈവത്തിന് തന്നെ വിഷമം തോന്നിക്കാണ്, ഇവനെ ആദ്യം ജനിപ്പിച്ചാൽ മതിയായിരുന്നു.
അല്ലേ? ചോദിക്കുന്നുണ്ടോ? നമ്മളിൽ ചിലരെ കുറിച്ച് കർത്താവിന്റെ സഹതാപം കാണും. ഇവൻ എന്തിനാണോ ജ്യേഷ്ഠാവകാശം കൊടുത്ത? ഒരു ഗുണവും ഇല്ല. ഒന്നാമത്തെ അവന്റെ പ്രോബ്ലം, ഏശാവിന്റെ പ്രോബ്ലം, അണ്ടർ വാല്യൂയിങ് ഹിസ് ബർത്ത് റൈറ്റ്. അവന്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ താഴ്ത്തി കണ്ടു. അണ്ടർ വാല്യൂ, വില കുറച്ച് കണ്ടു. അതാണ് അവന്റെ ഒന്നാമത്തെ പ്രശ്നം. 25-ാം അധ്യായം 29 മുതൽ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം. ചുവന്ന പായസം കുറച്ച് എനിക്ക് തരണം. ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി. എന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. യാക്കോബ് നൈസായിട്ട് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണില്ല. യാക്കോബിന് പായസം ഒന്നും വേണ്ട. അവൻ അറിയാം മറ്റവൻ ഈ വഴിക്ക് വരും. കണ്ടോ? അതാണ് അവന്റെ ബുദ്ധി എന്ന് പറയുന്നത്. യാക്കോബ് പായസം ഉണ്ടാക്കിയത് യാക്കോബിന് കുടിക്കാനൊന്നും അല്ല. യാക്കോബിനറിയാം വെറുതെ ഒരു ജ്യേഷ്ഠാവകാശവും ബാഗിലിട്ടോണ്ട് ഒരുത്തൻ നടപ്പുണ്ട്. അവൻ അതെന്തിനാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ചിലരുടെ കയ്യിൽ ബൈബിൾ ഇരിക്കും പോലെ എന്തിനാണെന്ന് പോലും അറിഞ്ഞുകൂടാ. പിന്നെ തലേണയുടെ അടിയിൽ കുത്തി കയറ്റിയിട്ട് തല പൊക്കത്തിന് വെച്ചോണ്ട് കിടന്നുറങ്ങും. പിശാച് ആ ജാതികളെ കാണുമ്പോൾ ചിരിച്ചോണ്ടാണ് പോകുന്നത്. പാവം, എന്തൊരു സാധനം ഇവിടെ അതിന്റെ തലയുടെ ഇരിക്കുന്നത് അല്ലേ? തലയ്ക്കകത്ത് കളിമണ്ണായി പോയത് കൊണ്ട് ഇതെന്താണെന്ന് അവൻ അറിഞ്ഞൂടാ. സ്വതന്ത്രം. ചിലർക്ക് 2 വാക്യം കിട്ടിയാൽ അവൻ അതുകൊണ്ട് ഉപജീവിക്കും. അതുകൊണ്ട് അവൻ ഈ ഭൂമിയെ ജയിക്കും. അതുകൊണ്ട് അവൻ നിത്യതയെ ചെന്നെത്തും. ചിലവന് 4 ട്രാൻസ്ലേഷനുള്ള വലിയ ബൈബിൾ കിട്ടിയാലും തലയുടെ അടിയിൽ വെച്ചോണ്ട് കിടന്നുറങ്ങും. സ്തോത്രം. എല്ലാവരും മിണ്ടാതെ ഇരിക്കാൻ, എന്താ പറ്റിയതല്ല ഇരിക്കും. സാരമില്ല, ഇപ്പൊ ശരിയാക്കി തരാം. വായിക്ക. അപ്പൊ യാക്കോബ് അങ്ങനെ ഏശാവ് വരുന്ന സ്ഥലം നോക്കി പായസം ഉണ്ടാക്കി. നല്ല ചുമന്ന പായസം സൂപ്പറായിട്ട് ഉണ്ടാക്കുകയാണ്. വായിക്കേ. അതിന് ഏശാവ് ഇപ്പൊ ഏശാവ് അടുത്ത് വന്നപ്പോഴത്തേക്ക് ഏശാവ് പറഞ്ഞാടാ ഇച്ചിരി പായസം എനിക്ക് തരുമോ? അപ്പൊ യാക്കോബ് ചോദിക്കാം, പിന്നെ അതിനെന്താ ഇപ്പം ചേട്ടന്റെ സഞ്ചിയിലിരിക്കുന്ന മറ്റേ പ്രമാണം തരുമോ? അപ്പൊ അവൻ പറയാ യേശാവ്. അതിന് യേശാവ് വായിക്കേ. ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. അയ്യോ, ഞാൻ പായസം കുടിച്ചില്ലെങ്കിൽ ചത്തു. ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പായസം കുടിക്കാതെ ചത്തുപോയത്? ലോകത്തിലൊരു മനുഷ്യരില്ല. അവൻ പറയാ ഞാൻ പായസം കുടിച്ചില്ലെങ്കിൽ ചത്തുപോകും. വായിക്ക്. ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനു എന്ന് പറഞ്ഞു. ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിനാ? അയ്യേ, ഇതെന്റെ ബാഗിൽ കിടന്നുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണോ ഇത് ബാഗിൽ കിടക്കുന്നത്? ഇത് നീ എടുത്തോ. കണ്ട ഈ ജ്യേഷ്ഠാക്ക് ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അപ്പൊ യാക്കോബ് പറഞ്ഞു, നീ സത്യമായിട്ട് ഉള്ളത് തന്നെ പറയുന്നേ, ഞാൻ പായസമൊക്കെ തരാം, ജ്യേഷ്ഠാവകാശം തരുമോ? കാരണം യാക്കോബിന് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ഇത്രയും മണ്ടനാണോ അല്ലേ? ഈ ജ്യേഷ്ഠാവകാശത്തിന്റെ വില അറിഞ്ഞൂടാത്ത ഇവൻ ഇത്രയും പൊട്ടനാണോ എന്ന് വെച്ചിട്ടുണ്ടാ പുള്ളി പിന്നെ ചോദിക്കുന്നത്, ഉള്ളതാണോ പറയുന്നേ? സത്യം ചെയ്. അവൻ അവനോട് സത്യം ചെയ്തു. അവൻ ഈസി ആയിട്ട് വിട്ട് അമ്മയാണ് തന്നെ അല്ലേ? വായിക്ക്. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. വായിക്ക്. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. യാക്കോബ് പായസമാണ് അവൻ പായസമാണ് ചോദിച്ചെങ്കിലും ഒരു അപ്പം കൂടെ കൊടുത്തു. പാവം. യാക്കോബ് വെറും ഉപായി ഒന്നുമല്ല, നല്ല മനുഷ്യനാണ് അല്ലേ? പായസേ ചോദിച്ചുള്ളൂ, ഒരു അപ്പവും കൊടുത്തു ഇച്ചിരി അല്ലേ? നമ്മുടെ ഇന്നത്തെ ഭാഷയിലെ ഒരു ബോളിയും ഇച്ചിരി പായസവും. അവൻ പായസം മാത്രമേ ചോദിച്ചുള്ളൂ, 2 ബോളിയും കൂടെ. അവൻ എന്തൊരു സന്തോഷം എന്നറിയാം. മഹാബോളി എന്ന് വാങ്ങിച്ച ബോളിയാണ്. അവൻ സന്തോഷത്തോടെ പോവുകയാണ്. പിന്നെ കരഞ്ഞത് ഈ തിന്നതിന് മൊത്തം പിന്നെ കരഞ്ഞവൻ. ഒരു ഗുണം ഉണ്ടായില്ല. സമയം കഴിഞ്ഞു പോയി. വൈകി. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. കണ്ട, അവൻ തിന്നു കുടിച്ചയച്ച് വീട്ടിൽ പോയി. വൈകി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. He despises his birthright. ജന്മനാ ലഭ്യമായ അവകാശം അവൻ ഡസ്പൈസ് ചെയ്തു, അലക്ഷ്യമാക്കി. അവിടം തൊട്ട് ഏശാവിന്റെ കെണി ആരംഭിച്ചു. അപ്പൊ ഏശാവിനുണ്ടായ ഏറ്റവും മികച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ബർത്ത് റൈറ്റിനെ വില കുറച്ച് കണ്ടതിന് കാരണം ഇവൻ ഭയങ്കര ജഡീകനായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുകയായിരുന്നു ആശാന്റെ ഹോബി. അതാണ് വീട്ടിൽ കിടക്കാതെ കാട് വഴി നടക്കുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ തീറ്റക്കാരും പെരുവയറന്മാരുമാണെങ്കിൽ ഊപ്പാട് വരും എന്നറിഞ്ഞിരിക്കണം. ആവശ്യത്തിന് തിന്നണം കേട്ടോ, തിന്നാതൊന്നും ഇരിക്കരുത്.
തീറ്റയേ ജീവിതം എന്ന് പറഞ്ഞ് നടക്കരുത്. എവിടെ ഇന്ന ഫുഡുണ്ടോ അവിടെ പോയിരിക്കും. നിങ്ങളെ കൊണ്ടുപോകുന്നത് കുടിയന്മാര് നടക്കും പോലെ ഇങ്ങനെ നടക്കുകയാണ്, കുടിക്കാൻ നടക്കും പോലെ. വെള്ളം വേണമെങ്കിൽ പറയണം കേട്ടോ, എല്ലാവർക്കും ഓരോ വെള്ളം അടുത്ത ആഴ്ചോട്ട്. സ്തോത്രം. എന്തായാലും ഒന്നും മിണ്ടായിരുന്നു, സാറും മിണ്ടുന്നില്ലല്ലോ അല്ലേ? സ്തോത്രം. ദൈവമക്കളെ, ആഹാരമൊക്കെ നല്ലതാ, പക്ഷെ ആഹാരം നമ്മളെ അടിമയാക്കരുത്. ആഹാരം അടിമയാക്കിയാൽ നമ്മൾ അടുത്ത പാപത്തിലേക്ക് ഉറപ്പായിട്ട് പോകും. ഉറപ്പാണത്. ആഹാരം അടിമയാക്കിയാൽ നമ്മൾ അഡിക്ഷൻ ആരംഭിക്കും. പിന്നെ നമ്മൾ ഓരോന്നിലായിട്ട് അടിമത്തം തുടങ്ങും. ആഹാരത്തിൽ അടിമത്തമായി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദുർനടപ്പിലേക്ക് പോകും. പിന്നെ നമുക്ക് സമ്പത്ത് ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾ ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ നിൽക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഫേസിലെ നമ്മൾ വിജയിച്ചാൽ വിജയിച്ചു. അധ്വാനം ഇല്ലാത്ത ആളല്ല യേശാവ്. യേശാവ് നല്ല അധ്വാനക്കാരനാണ്. യാക്കോബിന് അത്ര അധ്വാനമൊന്നുമില്ല. ആശാൻ ഇങ്ങനെ ചുമ്മാ നൈസായിട്ടിരുന്ന് കയ്യിൽ വാങ്ങിക്കും. ഭയങ്കര അധ്വാനമൊന്നുമില്ല യാക്കോബിനെ നിങ്ങൾ നോക്കിയേ, ഉമ്മടന്ന് വേറെ പണിയെടുക്കത്തൊന്നുമില്ല അല്ലെ? നൈസായിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലെ? ഒരുപാട് ആടുണ്ടാവണം, 2-3 കൊന്നക്കമ്പെടുത്ത് റെഡിയാക്കി പെയിന്റ് അടിച്ച് ചാരി വെച്ചിട്ട്, അത് വയ്ക്കേണ്ടടുത്ത് ചാരി വെക്കണം. വീട്ടിൽ ചാരി വെച്ചോണ്ടിരുന്ന ആട് വേറെ പിള്ളേരെ ജനിപ്പിക്കും, മറ്റവന്റെ കളർ ജനിക്കും അല്ലേ? സ്തോത്രം അല്ലെ? അതിന് ബുദ്ധി വേണം. നമ്മൾ പറയും വളഞ്ഞതാണ്, അങ്ങനെയൊന്നുമില്ല, വിളഞ്ഞ ബുദ്ധിയാണ് അവൻ. ലാബാൻ ഇവിടെ പറ്റിയതുപോലെ കെണി വേറെ എവിടെയും പറ്റില്ല. ലാബാൻ വിചാരിച്ച് ഈസി ആയിട്ട് അവനെ പറ്റിക്കാന്ന്. അവൻ്റെ അടുത്താണ് കളി. 14 കൊല്ലം നിന്ന് അവന്റെ മൊത്തം കൊള്ളയടിച്ച് അവന്റെ ഗ്രഹബിംബം വരെ അടിച്ചുകൊണ്ട് പോയി. അതാണ് യാക്കോബ്. അവസാനം ലാബാൻ ഉടുത്തിരുന്ന തുണിയല്ലാതെ ഒന്നും കിട്ടിയില്ല, പിറകെ ഓടി. ഇടോ എന്റെ അടുത്ത തുണി ഉടുക്കാൻ തുണിയില്ലടാ. യാക്കോബ് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. റാഖേലിനെ പിടിച്ച് ജാക്കറ്റിന്റെ മേലെ ഇരുത്തി. റാഖേൽ പറഞ്ഞ് എണീക്കാൻ പറ്റാത്ത അസുഖമാണ്, എണീക്കാക്കൂല. ലാബാൻ നാണം കെട്ട് തിരിച്ചു പോവാണ്. യാക്കോബ് ചിരിച്ചോണ്ട് പോവാ. എന്റെ അടുത്താണ് കണി, പോടാ അല്ലേ? ഇവിടെ വരുമ്പോഴത്തേക്ക് യേശാവ് വരികയാണ്. യേശാവ് അത് തൊഴുതോണ്ടിരിക്കുകയാണ്. പറ്റിപ്പോയി അനിയാ, നീ ഇത്രയും വലിയ സംഭവമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാം ഒറ്റ ഊടിൽ നഷ്ടപ്പെട്ടതാ. യാക്കോബ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട അണ്ടർ വാല്യൂയിങ് ഹിസ് ബർത്ത് റൈറ്റ്, അവന്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ വില കുറച്ച് കണ്ടു. നമ്പർ 2, 27-ാം അധ്യായം 41 വരാം. 27-41. 27-ാം അധ്യായം മുഴുവൻ അനുഗ്രഹിക്കുന്ന അധ്യായമാണ്. നമുക്കിപ്പോ അത് വായിക്കാൻ നേരമില്ല, ഒരുപാട് കാര്യം പറയണമെന്നൊക്കെ ഉണ്ട്, സമയമില്ല. തന്റെ അപ്പൻ യാക്കോബിനെ 27-1 വായിക്കും. 27-1 27-1. ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണാൻ വയ്യാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് കഴിയാതെ വണ്ണം കണ്ണ് മങ്ങി. അപ്പോൾ മൂത്തവനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണദിവസം അറിയുന്നതുമില്ല, ഞാൻ വൃദ്ധനായിരിക്കുന്നു എന്ന് കത്തിപ്പോകുന്ന ഒരു പിടിയുമില്ല. നീ ഇപ്പോൾ എന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. 2 സ്ഥലത്ത് റിബേക്ക കേട്ടു എന്ന് പറയുന്നുണ്ട് ആ അധ്യായത്തിൽ. നിങ്ങൾ പിന്നീട് പോയി കണ്ടുപിടിച്ചോളണം. ഇതാണ് ചെവി. ഈ ചെവിയാണ് നമുക്ക് വേണ്ട ചെവി. റിബേക്ക കേട്ടു എന്ന് പറഞ്ഞാൽ കാട്ടിറച്ചി കൊതിയനായ അപ്പൻ നായാട്ടുകാരനായ യേശാവിനെ വിളിച്ചിട്ട് പറയാണ്, മക്കളെ ഞാൻ വയസ്സായി ചാവാൻ പോവാണ്, നീ ഒരു കാര്യം ചെയ്യണം, നല്ല കാട്ടുപോത്തിനെ പിടിച്ച് ഫ്രൈ ആക്കി കൊണ്ടുവരണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ കേസ് റാഹേൽ കേട്ടു. റിബേക്ക കേട്ടു അല്ലേ? റിബേക്ക കേട്ടിട്ട് ബാക്കി കളി മുഴുവൻ റിബേക്ക ചെയ്യാണ്. മറ്റവൻ പാവം അവന്റെ അമ്പും വില്ലും ഒക്കെ എടുത്തുകൊണ്ട് കാട്ടിൽ തെണ്ടി നടക്കുകയാണ്. ഇവിടെ അമ്മ അവൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ആടിനെ എടുത്ത് റെഡിയാക്കി കൊണ്ടുപോകാൻ, ഞാൻ വേട്ടറച്ച് വെക്കും പോലെ നല്ല സൂപ്പറായിട്ട് വെച്ച് തരും, ഞാൻ പറയും പോലെ നീ കേൾക്കണം അല്ലേ? അപ്പൊ അവൻ പറയാണ്, അത് അവന്റെ മേലിലെല്ലാം രോമമാണ്, എന്റെ മേലിൽ രോമമൊന്നും ഇല്ല, അത് അപ്പം തടവി നോക്കും, അങ്ങനെ ആള് നമ്മൾ വിചാരിക്കും പോലല്ല, മഹാകള്ളനാണ്.
അല്ലേ? അപ്പൊ എന്തോ ചെയ്യും? അപ്പൊ അമ്മ പറഞ്ഞു, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരും, നീ മര്യാദയ്ക്ക് പോയാൽ മാത്രം മതി, അല്ലേ? അപ്പൊ പിന്നെ ശബ്ദം മാത്രം മാറ്റാൻ നോക്കുകയല്ല. അമ്മ പറഞ്ഞു, നീ ഇതൊന്നും പേടിക്കണ്ട, അപ്പൻ ശബ്ദം വല്ലതും ചോദിച്ചാൽ നീ കൈ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ കഴുത്ത് വെച്ചു കൊടുത്താൽ മതി, തടവുമ്പോ പുള്ളിക്ക് മനസ്സിലാവും, അല്ലേ? എന്നിട്ട് എന്തെങ്കിലും പിന്നെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ ആട്ടറച്ചങ്ങടെ ബാക്കിയത്ത് തള്ളി വെച്ചു കൊടുത്താൽ മതി, അല്ലേ? ബാക്കി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതിന് പറ്റിയ രീതിയിൽ അമ്മ മൊത്തം ആർട്ടിക്കുലേഷൻ ആണേ. ആ അമ്മയെ നമ്മൾ പഠിക്കണം. ആ അമ്മയാണ് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ അമ്മ, അല്ലേ? അവർ വളരെ ബുദ്ധിയോടുകൂടി ആട്ടിറച്ചി, കാട്ടിറച്ചി പാകം, വേട്ടയിറച്ചി പാകം ചെയ്യുമ്പോൾ പാചകം ചെയ്തു, അല്ലേ? അങ്ങനെ പാചകം ചെയ്ത് റെഡിയാക്കി അതിന് പറ്റിയ മസാല കൂട്ടൊക്കെ ഇട്ട് മറ്റവന്റെ കണ്ണ് കണ്ടുവിടല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കുകയല്ല, അവന്റെ മൂക്കിൽ കയറാൻ കണക്കിന് സാധനം കൊടുത്താൽ മതി, അല്ലേ? അപ്പൊ വേട്ടയിറച്ചിട്ട് എന്തൊക്കെ സംഭവങ്ങൾ തട്ടി റെഡിയാക്കി യവന വേട്ടക്കാരന്റെ രൂപം ഉണ്ടാക്കി അതിന്റെ നാറ്റം കിട്ടാൻ വേണ്ടി യേശാവിന്റെ ഉടുപ്പിടിച്ച് അതിൽ അവന്റെ വേർപ്പിന്റെ നാറ്റം ഉള്ളൂ. മനസ്സിലാണ്ടോ? യവനെ പതുക്കെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്, സ്പീഡിൽ വായിക്കും. ഏശാവ് വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരൻ ഏശാവിനോട് സംസാരിച്ചു, ഞാൻ എന്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായി ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ, നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിനു മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അത് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട് എന്റെ സഹോദരനെ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമം ഇല്ലാത്തവനുമാകുന്നുവല്ലോ. അപ്പൊ ഇനി ഇതിന്റെ വിശദീകരണം പറയാതെ ഞാൻ കഥ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ അധ്യായം വീട്ടിൽ പോയിട്ട് ഇന്ന് എന്നെ വായിക്കുകയും ചെയ്യണം. എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ പായസം കുടിച്ചോണ്ട് കിടന്നുറങ്ങിയാൽ മതി, ഇല്ലേ? വായിക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു, വായിക്കണം കേട്ടോ. സംഭവം വളരെ സിമ്പിളാണ്. യവൻ ചെന്ന് അനുഗ്രഹമല്ലാഞ്ഞ് വാങ്ങിച്ചു. യവൻ പുറത്തിറങ്ങിയപ്പോൾ മറ്റവൻ പാവപ്പെട്ടവൻ വേട്ടയിറച്ചിയും കൊണ്ടുവന്നു. അവൻ നേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പാ മൂത്തവൻ ഞാനിതാ വന്നു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ ഏത് മൂത്തവൻ വന്നെല്ലാം വാങ്ങിച്ചോണ്ട് പോയല്ലോ. അപ്പൊ പറഞ്ഞു, അയ്യോ അപ്പ ഞാനിപ്പോ വന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, ഓ മറ്റവൻ വന്നെല്ലാം വാങ്ങിച്ചോണ്ട് പോയി. അപ്പൊ അവൻ അവിടെ നിന്ന് കരയാ, ഇനി ഒന്നുമില്ല അപ്പ, അല്ലേ? എന്തെങ്കിലും കിട്ടാനുണ്ടോ? എന്റെ 38 വായിച്ചേ. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ അപ്പാ. സമയം കഴിഞ്ഞു പോയി, കണ്ട, സമയം കഴിഞ്ഞു പോയി. നമ്മളിതൊക്കെ ശരിക്കും നമ്മൾ വിചാരിക്കണം മാനസാന്തരം, അത് പിന്നെ പെടാം, ഇച്ചിരി കറങ്ങി നടക്കട്ടെ. എന്റെ പൊന്നു ദൈവമക്കളെ, കറങ്ങി നടക്കരുത്. നിങ്ങൾ വേട്ടയിറച്ചി നിന്ന് പായസവും കുടിച്ച് വെറുതെ തോട്ടവരമ്പിൽ കൂടെ കറങ്ങി നടക്കരുത്. ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദ കാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുന്ന ചോദ്യം, എങ്ങനെ തെറ്റി ഒഴിയും? ആ ലഭ്യമായ സമയം അപ്പോ ഉപയോഗിച്ചോണം. ആ ജീവ അപ്പോ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടു തന്നെ. സ്വതന്ത്രം. ഇതിന് ഒരു ടൈമേ കിട്ടുള്ളൂ. ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, അവസരം നിങ്ങളുടെ വാതിൽക്കൽ ഒരിക്കൽ മുട്ടും, അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. കർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഒരിക്കൽ ലഭ്യമാകും, അത് നിങ്ങൾ ഉപയോഗിക്കണം. രണ്ടാമത് മുട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത്. അതിനകത്ത് അയാൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മളെ ഒരു പൊസിഷനിൽ കൊണ്ടെത്തിക്കുന്നത് പ്രപഞ്ചശക്തിയാണ്. അയാൾ പറഞ്ഞ പ്രപഞ്ചശക്തി ഞാൻ ദൈവമാക്കി പറയാം. ദൈവമാണ് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ആ പൊസിഷനിൽ ഇരിക്കുന്നത് നമ്മുടെ കഴിവാണ്. ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കഴിവാണ്. നമ്മളെ ദൈവമക്കളാക്കിയത് ദൈവത്തിന്റെ കഴിവാണ്. ദൈവമക്കളായി തുടരുന്നത് നമ്മുടെ കഴിവാണ്. അതിന് വില കൊടുത്തേ പറ്റൂ. അതിന് വില കൊടുക്കണം. സ്തോത്രം. അപ്പൊ ഒരെണ്ണേ ഉള്ളൂ, വൈകേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എന്നാറെ അവന്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെ. ചുമ്മാ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഒരടിയോട് അടിച്ചിട്ട് കൊടുത്തു. നിന്റെ വാസം പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. നിനക്ക് പുഷ്ടിയും കാണൂല, മഞ്ഞും കാണുകയല്ല. അവിടെ നിന്ന് കരഞ്ഞോണ്ടാണ് ഇതുകൂടെ കിട്ടിയത്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് കിട്ടിയതും കൊണ്ട് പോയി പിന്നെ നിൽക്കും തോറും ശാപം കയറിക്കൊണ്ടിരിക്കും. കിട്ടുന്നുണ്ടോ? വൈകി
നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ വാളുകൊണ്ട് നീ വെട്ടി 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 ജീവിക്കും. വായിക്ക്. നിന്റെ സഹോദരനെ നീ സേവിക്കും. കണ്ടോ, സഹോദരനെ നീ സേവിക്കും. കാര്യം സഹോദരനെ സേവിക്കേണ്ടി വന്നതിന് കാരണം നിന്റെ ജ്യേഷ്ഠാവകാശം നീ വിറ്റു അല്ലേ? ജ്യേഷ്ഠാവകാശം വിറ്റതുകൊണ്ട് നീ സേവിക്കും. പിടികിട്ടിയോ? വായിക്ക്. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. നിന്റെ ഇതിന്റെ കാലഘട്ടം കഴിയുമ്പോൾ നീ കുടഞ്ഞു കളയും. ഇതുവരെ കുടയാൻ പറ്റിയിട്ടില്ല, തോളി വെച്ചോണ്ട് നടക്കുകയാണ് അവൻ. വായിക്കേ. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം. വളരെ ശ്രദ്ധിക്കണേ. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദൂഷിച്ചു. ഇപ്പൊ ക്ലിക്കായത് നിങ്ങൾക്ക്. ഇപ്പം നമുക്ക് ഏശാവിന്റെ അകത്തുള്ള ദൈവാത്മാവ് വെളി വരികയാണ്. ഇതാണ് ഏശാവ്. നേരത്തെ ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ നിൽക്കുന്നതാണ് നമ്മളായിരിക്കും ഡീസന്റ് ആയിരിക്കും അല്ല. ഇതേ സംഭവം നമ്മൾ വേറൊരിടത്ത് കണ്ടു. എവിടെ? ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചെന്ന് കണ്ടപ്പോ കയ്യിന്റെ അകത്ത് കോപം വന്നു. അവൻ ഹൃദയത്തിൽ തീരുമാനം എടുത്തു, അവനെ ഞാൻ കൊല്ലും. സെയിം കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ എല്ലാം നിങ്ങൾ അറിയേണ്ട കാര്യം, വാസ്തവത്തിൽ ഈ ഇവന്മാർ രണ്ടും ഭാവമാണ്. ഇതിന്റെ ബാക്കിൽ പിശാചാണ് കളിക്കുന്നത്. ഏശാവ് അറിയുന്നേ ഇല്ല ഏശാവിന്റെ പിറകിൽ പിശാച് വലവിരിക്കുന്നത്. ഏശാവിന്റെയും യാക്കോബിന്റെയും പുറകിൽ പിശാജ് ഒരുപോലെ വലവിരിച്ചു. പക്ഷേ യാക്കോബ് പിശാജിന്റെ വലകളെ ചവിട്ടി കീറിക്കളഞ്ഞു. കാരണം യാക്കോബ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റില് ജ്യേഷ്ഠാവകാശം കൈക്കലാക്കി, രണ്ടാമത് അതിന്റെ ബ്ലെസ്സിങ്സ് കൈക്കലാക്കി, മൂന്നാമത് പോയി ഭാര്യയെ കൈക്കലാക്കി, നാലാമത് അമ്മായിയപ്പന്റെ നന്മകൾ കൈക്കലാക്കി. പിന്നീട് അവൻ തിരിച്ചു വന്നു, അവൻ രാജ്യത്തിന്റെ അധിപനായി. സ്തോത്രം. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അല്ലാതെ എല്ലാം പിശാച് വല മൊത്തം വിരിച്ചിരിക്കുക, ഇനിയിപ്പോ ഇതിനകത്ത് വല്ലതും കിടക്കാം. അപ്പം പിശാച് വിചാരിക്കും മെനക്കെട്ട് വല വിരിച്ചല്ല, ഇത് വേണ്ടായിരുന്നു, ഒരു ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ചിലർക്ക് ചുറ്റും പിശാച് വല വിരിച്ചിട്ട് പിശാച് ഇങ്ങനെ നാണം കെട്ടിരിക്കുക, ചുമ്മാ വല വിരിച്ചിട്ടത് അല്ലേ? വലയുടെ ഒന്നും ആവശ്യമില്ല, മയങ്ങി കിടക്കുകയാണ്. എല്ലാവരും ചൂണ്ടായിട്ട് എടുത്തോണ്ട് പോകേണ്ട കേസുള്ളൂ, പാറ്റയെ കൊടുത്തിട്ടാ മതിയായിരുന്നു. ഇത് വല മൊത്തം വലിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കി അല്ലേ? ചിലരെ പിശാച് ഏത് വല വിരിച്ചാലും കിട്ടത്തില്ല. വചനം പറയുന്നു, പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥം അല്ലേ? നമ്മൾ എന്താ പറയാ, ദീർഘ ദൃഷ്ടി ഉള്ള ദൈവമക്കളാണെങ്കിൽ നമ്മൾ കാണെ ചെകുത്താൻ വല വിരിച്ചിട്ട് ഒരു കാര്യമില്ല. വര വിരിച്ച് അവന്റെ ഊപ്പാട് വരാന്നല്ലാതെ നമ്മൾ അതിന്റെ മേളിൽ കൂടെ പോവും, അല്ലെങ്കിൽ അതിന്റെ കീഴെ കൂടെ പോവും, അല്ലെങ്കിൽ അതിന്റെ കീറലിൽ കൂടെ പോവും. അതിനുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. സ്തോത്രം. അതിനുള്ള വെളിപ്പാട് നമുക്ക് വേണം. സ്തോത്രം. അപ്പൊ ഈ പറഞ്ഞ കേട്ടോ, എവന്റെ അകത്ത് ഈ സാധനം വെളിപ്പെട്ടു വന്നു കേട്ടോ. ഇത്രയും നേരം ഈ സാധനം വെളിപ്പെട്ടു വന്നില്ലേ, ഇപ്പൊ ഈ സാധനം വെളിപ്പെട്ടു വന്നു. വായിക്ക്, ഒന്നുകൂടെ വായിക്ക്. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദൂഷിച്ചു. അനുഗ്രഹം നിമിത്തം ഏശാവ് ദൂഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തെന്ന് പറഞ്ഞാൽ അപ്പൻ ചട്ടിയിലാവാനായി സമയം. അപ്പൻ ഉടനെ ചാവും. അപ്പോൾ ഞാൻ എന്റെ സഹോദരനെ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. വെളിയിൽ ആരും പറഞ്ഞില്ലെന്നറിയണം. അപ്പൻ മരിച്ചാൽ ഉടനെ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി, യവനെ ഞാൻ കൊല്ലും. ഇത് ഏശാവ് പറയുന്നതല്ല, വാസ്തവത്തിൽ ഏശാവിന്റെ അകത്ത് പിശാച് പറയുന്നതാണ്. കാരണം ആ പിശാചിനറിയാം ഈ യാക്കോബിന്റെ അകത്ത് നിന്നാണ് ദൈവത്തിന്റെ പ്രഭുക്കന്മാർ 12 ഇറങ്ങാനുള്ളത്. അതുകൊണ്ട് ഫസ്റ്റിൽ അവൻ യാക്കോബിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷെ യാക്കോബിനെ പരാജയപ്പെടുത്താൻ അവന് കഴിഞ്ഞില്ല. കാരണം അവന്റെ മേലുണ്ടായിരുന്ന ദൈവകൃപ വലുതാണ്. അതവൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചു. ഏശാവിനായിരുന്നു ബർത്ത് കൊടുത്തത്, പക്ഷെ ഏശാവിന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയി. അവിടെയാണ് കർത്താവ് യാക്കോബിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഏശാവിനേക്കാൾ യാക്കോബ് തന്നെയാണ് കേമൻ. ഏശാവിന്റെ കയ്യിൽ ബർത്ത് റൈറ്റ് ഇരുന്നെങ്കിൽ ഇസ്രായേൽ എന്നൊരു ജാതി വരാതിരിക്കാൻ തക്കവണ്ണം ഏശാവിനെ പിശാചെടുത്ത് ചാക്കിനകത്തോണ്ട് പോയനെ. യാക്കോബ് ആയതുകൊണ്ട് മാത്രമാണ് പിശാചിന്റെ കെണി നടക്കാതെ പോയത്. മാത്രവുമല്ല, യാക്കോബിനൊരു അമ്മയുണ്ടായിരുന്നു, റിബെക്ക. അമ്മ മഹാസംഭവമാണ്.
സ്തോത്രം. വായിച്ചു നോക്കി. മൂത്തമകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ, റിബേക്ക അറിഞ്ഞു, റിബേക്ക കേട്ടു എന്നതിന്റെ മറ്റൊരു പദമാണ് അറിഞ്ഞു. എന്തോന്നാണ്? എന്റെ മകൻ ജ്യേഷ്ഠാവകാശമുള്ള എന്റെ യാക്കോബിനെ മറ്റവൻ കൊല്ലുമെന്ന് ആ കേസ് അമ്മ അറിഞ്ഞു. കണ്ടാ, ഇതാണ് അമ്മയുടെ കഴിവ്. അമ്മ മണത്തറിയാനുള്ള കഴിവ് അമ്മയ്ക്ക് വേണം. സ്തോത്രം. ഇങ്ങനെ ഒരു നല്ല അമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അല്ലേ? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതിന് കാരണം അത് തന്നെയാണ്. എൻ്റെ ആന്റി തന്നെയാണ്. ആന്റിയാണ് എന്നെ വളർത്തിയത്. മനസ്സിലായുണ്ടോ? അവരുടെ പ്രാർത്ഥനയും അവരുടെ ദീർഘദൃഷ്ടിയും ഒക്കെ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ട് നിലനിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലേ? അങ്കിളിനെ കർത്താവ് അതിനു വേണ്ടി ഉപയോഗിച്ചു. എന്നെ ഇവിടുന്ന് തറതൊടാതെ ഓടിച്ചു കളയാൻ പിശാച് പഠിച്ച പണി 56 നോക്കി. അങ്കിളും ഞാനും തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും എപ്പോഴും. പണ്ട് കൊച്ചില്ലേ, ഇപ്പോഴും വഴക്ക് കൂടുന്ന ചുമ്മാ. സ്തോത്രം. എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണം. അതിനുവേണ്ടി ക്ഷുദ്രം ചെയ്തിട്ടുള്ളവരുണ്ട്, ഡയറക്റ്റ് കളിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ ദൈവം അത് കറക്റ്റായിട്ട് എന്നെ പിടിച്ച് നിർത്തിയതിന്റെ കാരണം ആന്റിയുടെ പ്രാർത്ഥനയാണ്. ആന്റി നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അല്ലേ? അടുത്തിവിടെ ആന്റിക്ക് മനസ്സിലായി. ആർക്ക്? റിബേക്കയ്ക്ക് മനസ്സിലായി. ഇവനെ ഇവിടെ നിർത്തിയിരുന്നാൽ പറ്റൂല. ഇവനെ പറ്റിയൊരു പെങ്കൊച്ചിനെ കെട്ടിക്കൊടുക്കാം. ലാബാന്റെ അടുത്ത് പറഞ്ഞു വിടാം. കല്യാണത്തോടുകൂടിയാണ് അവന്റെ ഇത് മാറുന്നത്. അല്ലേ? എനിക്കും അങ്ങനെ തന്നെ. കല്യാണത്തോടുകൂടിയാണ് എൻ്റെ തലവര മാറിയത്. സ്വതന്ത്രം. നല്ലൊരു അമ്മ, നല്ലൊരു ഭാര്യ, നല്ല മക്കൾ, ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലാതെ പ്രശ്നമാണ്, പ്രയാസമാണ്. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യവാനാണ്. എനിക്ക് കൃപയാൽ ഇതെല്ലാം ഉണ്ട്. സ്തോത്രം. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടാവും കേട്ടോ. നിങ്ങളത് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളൊരല്പം വില കൊടുത്താൽ മതി. ഒരല്പം വില കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. എവിടെയെങ്കിലൊക്കെ ചെറിയ പരുവക്കെടലുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. പ്രൈസ് ദി ലോർഡ്. ഇനി അമ്മയുടെ ടെക്നിക്ക് നിങ്ങൾ നോക്കൂ. വായിക്കേ. അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്ക. നീ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. നീ ഞാൻ പറഞ്ഞതുപോലെ കേട്ടു. നിനക്ക് എന്ത് കിട്ടി? ബ്ലെസ്സിങ് കിട്ടി. ഇനി ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കണം. ഓടിക്കളയരുത്. കണ്ട, അമ്മ പറയുന്നത് അനുസരിക്കണം. വായിക്കേ. നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് ഓടിപ്പോകാം. നീ ഓടിപ്പോക്കണം. നടക്കാനൊന്നും നിൽക്കരുത്. ഓടിപ്പോക്കണം എന്റെ സഹോദരന്റെ അടുത്ത്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത്. നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക. നീ കുറച്ചു ദിവസം ഇവന്റെ വിഷമം തീരുന്നവരെ നീ അവിടെ നില്ല്. വായിക്ക്. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കാം. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഞാൻ ആളയച്ച് നിന്നെ കൊണ്ടുവരാം. നീ ഇപ്പൊ പേടിക്കണ്ട. നീ ഇപ്പൊ സ്ഥലം വിട്ടോ. അല്ല, അവന് വേണമെങ്കിൽ പറയാം, അയ്യോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോകില്ല, അമ്മയുടെ അടുത്തുനിന്ന് പോകാനേ പറ്റൂലെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കയറി ഇരിക്കാം. ഇരുന്ന് അവന്റെ ബർത്ത് റൈറ്റ് ഒന്നും കാണൂല. മറ്റവൻ തല വെട്ടിക്കൊണ്ട് പോകും. കാരണം മറ്റവൻ നല്ല വേട്ടയിറച്ചി അടിച്ച് പരിചയമുള്ളവനാണ്. എത്ര സ്പീഡിൽ പോകുന്നവനെ അടിച്ചെല്ലിടാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഇവനാണെങ്കിൽ അവൻ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന പൂച്ച പോലെ ഒരു സാധനമാണ് അവൻ. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ സ്ഥലം വിട്ടോ, നിന്റെ ജ്യേഷ്ഠന്റെ വിഷമമൊക്കെ തീർന്നതിന് ശേഷം ഞാൻ നിന്നെ കൊണ്ടുവരാം. അതുകൊണ്ട് നീ ഇപ്പം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. വശം വിട്ടുപോയി. പിന്നെ 2-3 പോയിന്റ്സ് കൂടി പറഞ്ഞെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. പ്രസംഗിക്കാനുള്ള സമയം കുറവാണ്. അപ്പൊ നമ്പർ 1, അണ്ടർവാല്യൂയിങ് ഹിസ് ബർത്ത് റൈറ്റ്. അവന്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ വില കുറച്ച് കണ്ടു. നമ്പർ 2, 27-ാം അധ്യായം 41-ാം വാക്യമാണ്, എന്റെ അനിയനെ ഞാൻ കൊല്ലും. അതിന്റെ അർത്ഥം ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയമില്ലായ്മ, നിയന്ത്രണമില്ലായ്മ. തീരുമാനം എടുക്കാണ്, ഞാൻ എൻ്റെ അനിയനെ കൊല്ലും. സ്വന്തം അനുജനെ കൊല്ലുമെന്ന് തീരുമാനിക്കുന്നവനെ ഇസ്രായേലിന്റെ പ്രഭുവായിട്ട് കർത്താവിന് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം പ്രതിസന്ധി വന്നാൽ അവൻ സ്വന്തം അനുജനെ കൊല്ലാൻ സാധ്യതയുണ്ട്, സ്വന്തം ബ്രദറിനെ കൊല്ലാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇസ്രായേൽ ഒരിക്കലും സ്വന്തം ജനതയെ ഒറ്റുകൊടുക്കില്ല. ഇസ്രായേൽ ഇറാനിൽ ചെന്ന് ഹനിയെ കൊല്ലാൻ കാരണം അവന്റെ പട്ടാളത്തിലുള്ളവന് അവൻ ശമ്പളം കൊടുത്തു. യവൻ കൊടുത്ത ബോംബ് ഇവൻ പറഞ്ഞെടുത്ത് അവൻ കൊണ്ട് വെച്ചു കൊടുത്തു. അല്ലാതെ ഒരിക്കലും ഇവിടെ നിന്ന് ഇസ്രായേലുകാരൻ ചെന്ന് അവന്റെ അവിടെ ബോംബ് വെച്ചതല്ല.
യവൻ പറഞ്ഞിട്ട് അവനെ കൊണ്ട് വയ്പ്പിച്ചു. അവനാണ് ഇസ്രായേൽ, അവനാണ് ഉപായി. കണ്ടോ, യാക്കോബിന്റെയും റിബേക്കയുടെയും ഉപായത്തിൽ എന്തെങ്കിലും കുറവ് ഇസ്രായേലിൽ നിന്നുണ്ടോന്ന് ആലോചിക്കേ. ഈ പറഞ്ഞ എല്ലാ ഉപായവും അവന്റെ ഉണ്ട്. ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ടോ? അതാണ് ഇസ്രായേൽ. റൈറ്റ്, ലെറ്റ്സ് മൂവ്. ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ. നമ്പർ 3, പ്രയോറിറ്റൈസിങ് ഷോർട്ട് ടേം ഗെയിൻസ്. ഇവൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഷോർട്ട് ടൈം, എന്താ പറയാ, ഹ്രസ്വകാല നന്മയ്ക്കാണ് ഇവൻ പ്രാധാന്യം കൊടുക്കുന്നത്. 25-ാം അധ്യായം 29 മുതൽ 34 വരെയാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യാണ്. പായസത്തിലാണ് ഇവന് താല്പര്യം. ഇവൻ ഇച്ചിരി പായസമൊക്കെ നുണഞ്ഞ് ഇങ്ങനെ നടക്കണം. ഷോർട്ട് ടൈം ഗെയിനിലായിരുന്നു ഇവന് നോട്ടം, ലോങ് ടൈം ഗെയിൻ അല്ല. യാക്കോബിന് നോട്ടം ഷോർട്ട് ടൈം ഗെയിം അല്ല, ലോങ് ടൈം ഗെയിൻ ആണ്. നമ്പർ 4, ഡിസ്റിഗാർഡിംഗ് ഫാമിലി ആൻഡ് ഹെറിറ്റേജ്. തന്റെ കുടുംബത്തെയും തന്റെ പാരമ്പര്യത്തെയും അവൻ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. 26-ാം അധ്യായം 34-35 വായിക്കാമോ? 26-ന്റെ 34-35. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു. 2 ഹിത്യ സ്ത്രീകളെ ഇവൻ കല്യാണം കഴിച്ചു. കണ്ടോ, യാക്കോബിന്റെ അടുത്ത് അമ്മ മര്യാദയ്ക്ക് പറഞ്ഞു നീ അവിടെ പോയിക്കോളാൻ പറഞ്ഞു. അവൻ അവിടെ ചെന്ന് മര്യാദയ്ക്ക് അവിടെ നിന്ന് കല്യാണം കഴിച്ച് വരികയാണ്. യവനെ സംബന്ധിച്ചിടത്തോളം യവൻ അതിൻ്റെ അടുത്തുള്ള ദേഷ്യം കൂടി തീർക്കാൻ യവൻ ഹിത്യരെ കല്യാണം കഴിച്ചു. അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞവരെ കല്യാണം കഴിച്ചു. മനസ്സിലായോ? അപ്പൊ ഇവന്റെ അകത്ത് ഏതൊക്കെ സാധനം കയറി വന്നതുണ്ടോ? ആദ്യം കൊലപാതകാസക്തി കയറി വന്നു. ഇപ്പോ അപ്പനമ്മമാരടുത്ത് പക തീർക്കുകയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ കെട്ടും. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് കെട്ടിയിട്ട് തന്നെ കാര്യം. യേശാവ് തീരുമാനം എടുക്കുക. യേശാവ് എന്തോ ചെയ്തു? ആ യേശാവിനെ കുറിച്ച് കർത്താവ് പറയാ, നീ ഞാൻ നക്ഷത്രത്തിൽ കൂടുവയ്ക്കുമെന്ന് നീ പറ, ഞാൻ നിന്നെ ഇറക്കി താഴെ കൊണ്ടുവരും. കാര്യം എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമില്ല. ദൈവത്തിന് ഇഷ്ടമില്ലതായിപ്പോയല്ലേ, ആകെ പരുവം കെട്ടുപോകും നമ്മള്. ഒരു വാക്യം വേണേ വായിച്ചോ, 28-ന്റെ 8 വായിച്ചോക്ക്. കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായേലിന്റെ അടുക്കൽ ചെന്ന്. ഒരു നിമിഷം, 28-ന്റെ 1 തൊട്ടങ്ങ് വായിക്കേ. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ചു അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. അപ്പം മോനെ വിളിച്ച് അനുഗ്രഹിച്ച് പറയാം, മക്കളെ നീ ഒരു കാര്യം ചെയ്യണം, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് കല്യാണം കഴിക്കരുത്, കാരണം എനിക്കിഷ്ടമില്ല. പുറപ്പെട്ട് പത്തനരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിന്റെ വീട്ടിൽ ചെന്ന്. അമ്മയുടെ അപ്പം ബെഥുവേലിന്റെ വീട്ടിൽ, എന്റെ അമ്മായിയപ്പന്റെ വീട്ടിൽ നീ പോണം. നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കാം. നീ അവിടെ പോയി ഒരു കല്യാണം കഴിക്കണം. പിന്നെ അത് 1 2 പോയി, അത് മറ്റവന്റെ കയ്യിരിപ്പുകൊണ്ടാണ്. യാക്കോബിനെ കുറ്റം പറയാൻ പറ്റൂല, അല്ലേ? പിന്നെ വേറെ എക്സ്ട്രാ 2 കിട്ടി, ശില്പ ബിൽഹയൊക്കെ, അതൊക്കെ വേറെ വഴിക്ക് വന്ന് പെട്ടതാണ്, അല്ലാതെ യവൻ അറിഞ്ഞുകൊണ്ടിരുന്നതല്ല. വൈകി സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും. അതും വാസ്തവത്തിൽ ഒരു വെല്ലുവിളിയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്നതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ഒരെണ്ണത്തിനെ കിട്ടിയത് കൊണ്ട് ഇനി പോന്നിരുന്നെങ്കിൽ 3 കൂടെ ചുമക്കുണ്ടായിരുന്നു. ഒരെണ്ണത്തിനെ കൂടെ പിടിക്കാൻ നിന്നുകൊണ്ട് വേറെ 2 കൂടെ എക്സ്ട്രാ വന്ന് അങ്ങനെ എല്ലാം കൂടെ 4 കൊണ്ട് പിന്നെ വരേണ്ടി വന്നു. കുഴപ്പമില്ല, വൈകി സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയെ പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. കൈവിട്ട് അനുഗ്രഹിക്കുകയാണ്. നീ അങ്ങ് അനുഗ്രഹിക്കപ്പെടാൻ പോവാണ്. അബ്രഹാം അപ്പച്ചന് പറഞ്ഞത് മൊത്തം നിനക്ക് വരാൻ പോവാണ്. അതാണ് യാക്കോബിന് കംപ്ലീറ്റ് വന്ന് ഇറങ്ങി കൊടുത്തത്. നമ്മൾ പറയാം ആൾ ഉപായിയാണെന്ന്. അവൻ ഉപായം കാണിച്ചത് വേറെ കാര്യത്തിനൊന്നുമല്ല, ദൈവത്തിന് വേണ്ടി തന്നെയാണ്, വേറെ മോശം പരിപാടിക്കൊന്നുമല്ല. വൈകി അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. കേട്ടോ, ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഈ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരുന്നത് ചുമ്മാ ഊടാകൂടി നടക്കുന്നതുകൊണ്ടല്ല, കറക്റ്റ് ആയിട്ട് ദൈവകൃപയിൽ നിൽക്കുന്നതുകൊണ്ടാണ്.
ആരും നമ്മളെ ഭയപ്പെടുത്താൻ നമ്മൾ നിൽക്കരുത്, ആരും നമ്മളെ വിരട്ടാൻ നമ്മൾ നിൽക്കരുത്, ആരും നമ്മളെ കബളിപ്പിക്കാൻ നമ്മൾ നിൽക്കരുത്. നമ്മൾ വചനത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇത് നമ്മളെ ആർക്കൂടെങ്കിലും പിടിച്ചോണ്ടോ പായസത്തെ മതി, നമ്മൾ കൂടെ കളയും. ഇതൊരു മനുഷ്യരാണ് നമ്മള്. പായസം എന്നല്ല, വേട്ടയിറച്ചിയതല്ല. യാക്കോബിനെ ഇസാക്കിനെ സംബന്ധിച്ചിടത്തോളം വേട്ടയിറച്ചിയിലാണ് അവന് പിടുത്തം. വേട്ടയിറച്ചി കിട്ടി, അനുഗ്രഹിച്ചിട്ട് കൊടുത്തു. ഇതാവണ കണ്ണ് കണ്ടുകൂടാ അവന്. ഏലിക്കും അങ്ങനെ കണ്ണ് കാണത്തില്ലായിരുന്നു അല്ലേ? ഏലിക്ക് കണ്ണ് കാണത്തില്ല. സ്തോത്രം. ഏലിക്ക് 2 പിള്ളേരുണ്ട്, അതെല്ലാം പിന്നെ പരുവക്കെട്ടിൽ ചത്തുപോയി. നമുക്കെല്ലാം കുറേശ്ശെ പഠിക്കാം. സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം പിടികിട്ടിയല്ലോ. അപ്പൊ അപ്പം പറഞ്ഞു വിട്ട്, മക്കളെ നീ ചെന്ന് കനാനിൽ നിന്ന് പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണം, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവാണ്, അബ്രഹാമിന് കൊടുത്ത മൊത്തം അനുഗ്രഹം നിന്റെ തലയിൽ വന്നിറങ്ങി തരും. ഇത് ഏശാവ് കേട്ടു. ഈ കേൾവികൾ ഭയങ്കരമാണ്. കേൾക്കുമ്പോ ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ ചേഞ്ചിങ്ങും പ്രത്യേകതയാണ്. കണ്ടോ? ഇതെല്ലാം ശരിക്കും പഠിക്കണം. വായിക്കേ. അവൻ പത്തനരാമിൽ അരാമിനായ ബെഥുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏശാവിന്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. പത്തനരാമിൽ നിന്നൊരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ ഈ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയും അനുസരിച്ച് പത്തനരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ. എത്ര കാര്യം അവിടെ പറഞ്ഞറിയാമോ? എത്ര ദും 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 പറഞ്ഞതറിയാമോ? ഒന്നുകൂടെ വായിച്ചു കൊടുക്ക്. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പത്തനരാമിൽ നിന്ന് ഒരു ഭാര്യ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചു. അവന് പിടിക്കാതെ പോയ കാര്യമാണ്. യേശാവ് അങ്കിളിനെ പിടിക്കാതെ പോയ കാര്യങ്ങൾ. നമ്പർ 1, അവനെ പതനാരാമിൽ പറഞ്ഞു വിട്ടു, ബന്ധുക്കളുടെ അടുത്തിൽ പറഞ്ഞു വിട്ടു പെണ്ണെടുക്കാൻ. അവനെ അനുഗ്രഹിച്ചു. വായിക്കേ. അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന്. അനുഗ്രഹിച്ചതിന്റെ ഇടയ്ക്ക് ഈ അപ്പൻ ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞു. എന്തുവാ? നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. മനസ്സിലായോ? വളരെ കണ്ണിങ് ആയിട്ടുള്ള വാക്കാണ്. കേട്ടോ വെച്ചോണേ, വായിക്ക്. എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയും അനുസരിച്ച്. യാക്കോബ് അപ്പനമ്മ പറഞ്ഞതുപോലെ കേട്ടു. ഇത് കേട്ട് മോൻ റിബല്യസ് ആവുകയാണേ. അപ്പൻ എന്ത് ഇഷ്ടമില്ല അത് ചെയ്യാൻ വേണ്ടി യേശാവ് തീരുമാനമെടുക്കുന്നതാണ് നമ്മൾ ഇനി കാണുന്ന രംഗം. അപ്പൊ യവന് ജ്യേഷ്ഠാവകാശം കൊടുത്തുള്ള ഗതി ആലോചിച്ചു. കിട്ടുന്നുണ്ടോ നിങ്ങൾ? അവന്റെ ഇൻട്രിൻസിക് നേച്ചർ ഇങ്ങനെ വെളി വരുന്നുണ്ടോ? നമ്മളൊക്കെ വിചാരിക്കും പാവം ആദ്യം വന്നതല്ലേ യേശാവ്, എന്നാലും അവനെ പറ്റിച്ചല്ലേ. അവനെ പറ്റിച്ചില്ലെങ്കിൽ അവൻ ഇസ്രായേലിനൊരു ശാപമാവും. അവൻ ശപിക്കപ്പെട്ട ഇസ്രായേലിന് ജന്മം നൽകും. അവനെ പറ്റിച്ചേ പറ്റൂ. അവനെ പറ്റിക്കാൻ യാക്കോബിനെ പറ്റൂ. അതുകൊണ്ട് ദൈവം കഥയറിയാതെ ഒന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. യാക്കോബ് ഉപായം എന്തൊക്കെ നമ്മൾ പറയും. ഉപായം ആവശ്യമാണ്. ഇന്ന് ഇസ്രായേൽ കാണിക്കുന്ന എല്ലാ ഉപായം ആവശ്യമാണ് അല്ലേ? അവരുടെ ചാരസംഘടന ആവശ്യമുള്ളതല്ലേ? ആണ്. എത്ര സൂപ്പറാണെന്ന് നോക്കി അവന്റെ ആ കൃത്യത അല്ലേ? ഇറാക്കിലെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ബാഗ്ദാദിൽ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി നടന്നു പോകുന്ന സൈന്യാധിപൻ, അവന്റെ കൂടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പട്ടാളക്കാരുടെ കൂടെ ഉണ്ട്. ആ സൈന്യാധിപനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവനെ കൊല്ലുക അല്ലെ? ഡ്രോൺ അയച്ച് അവന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് അവനെ മാത്രം ബോംബ് ചെയ്യുക, കൊല്ലുക. വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. അവർ നോക്കുമ്പോൾ വാഴ വെട്ടിയിടപ്പോൾ അവൻ തറ കിടക്കുകയാണ്. അവന്റെ സൈന്യാധിപന്മാരും ടീമുകളെല്ലാം കൂടെ നിൽപ്പുണ്ട്. ആശാൻ വാഴ വെട്ടിയിട്ടുള്ള താഴെ പോവാണ്. അതാണ് ഇസ്രായേൽ. യേശാവ് ശരിക്ക് കേട്ടു അപ്പന് ഇഷ്ടമില്ലാത്തത് എന്താണ്, അത് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. കണ്ടോ? ഇതാണ് അവന്റെ ഉള്ളിലിരിപ്പ്. നമ്മളെങ്ങനെയുണ്ട്? നമ്മളെ ഉള്ളിലിരിപ്പ് ഒന്നും വെളിയിൽ വന്നില്ല പാസ്റ്ററേ. 1.5 ആയതല്ലേ ഉള്ളൂ, ഇനി ഓരോന്നിട്ട് വരും. എന്റെ പൊന്നു ദൈവമക്കളെ, കർത്താവ് സേവനാഴി ഇങ്ങനെ ഓരോന്നായിട്ട് കറക്കുമ്പോ ഇതിന്റെ അകത്തുള്ളത് വെളിയിൽ വരും. നമ്മൾ ഞാൻ ഒരു കറക്ക് ഇറക്കി വിട്ടൊന്നല്ല, ഒന്ന് റെസ്റ്റ് ചെയ്യാണ്, എന്നെ നോക്കിയിട്ട് കിടക്കും. നമ്മളെ മൊത്തം കർത്താവ് വെളിയിൽ കൊണ്ടുവരും. വായിക്കുക.
പത്തൻ അരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല സ്ത്രീകൾ തന്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായേലിന്റെ അടുക്കൽ ചെന്ന് ഇസ്മായേലിന്റെ അടുത്ത് പോയി. കണ്ടാ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇസഹാക്കിന്റെ മകനാണ് ഏശാവ്. ഇസഹാക്കിന് പകരം വേശ്യാസ്ത്രീയിൽ അല്ലെങ്കിൽ ദാസിയിൽ ജനിച്ച മകനാണ് ഇസ്മായേൽ. ഏശാവിനറിയാം കനാന്യ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിലും കുറച്ചുകൂടി മോശമായ ഇവന്റെ അപ്പൂപ്പന്റെ വെപ്പാട്ടിയിൽ ജനിച്ച ഇസ്മായേലിന്റെ മോളെ പോയി കെട്ടി. എന്ന് പറഞ്ഞാൽ ഇനി അപ്പന് പകരം കൊടുക്കാൻ ഇതേ പറ്റൂ. അപ്പന് പണി കൊടുക്കും. നിനക്ക് എന്നെ അനുഗ്രഹിക്കാൻ വയ്യല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് നേരത്തെ മനസ്സിലാക്കാനുള്ള കൃപ റിബേക്കയ്ക്ക് ഉണ്ടായിരുന്നു. റിബേക്കയ്ക്ക് അറിയാം യവൻ വീട്ടിൽ കിടന്നുറങ്ങുന്നവനല്ല, യവൻ വനവാസിയാണ്, യവൻ ഇറച്ചിയാണ് പിടുത്തം, അപ്പനും അത് തന്നെയാണ് പിടുത്തം. അപ്പം പാവമെന്നും പറഞ്ഞ് അപ്പന്റെ പുറകെ നിന്നെങ്കിലോ ഈ ചെറുക്കനെ കൂടെ നശിപ്പിച്ചനെ. ചില അമ്മമാരങ്ങനെ അയ്യോ അപ്പം പാവമാണ്, അപ്പന്റെ വക്രത കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം വിക്രമനാണെങ്കിൽ അതിന് കഞ്ഞി വെച്ച് കൊടുക്കരുത്. അവസാനം നമ്മൾ കള്ളനെ കണ്ടാൽ അവനാണ് അനുകൂലപ്പെടുമെന്ന് പറഞ്ഞ കേസിൻ പ്രകാരം നമ്മൾ അകത്താവും. അയ്യോ എന്റെ ഭർത്താവല്ലേ, പുള്ളി ഇടയ്ക്ക് ഇച്ചിരി കള്ളത്തരമൊക്കെ പറയും, അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം കൊടുക്കാം അങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടി. കണ്ട ആ അമ്മയുടെ ബുദ്ധിയുണ്ടോ നിങ്ങൾ? ഒരുപാട് നേരം നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമാണ്. ആ അമ്മ മികവുള്ള അമ്മയാണ്. കണ്ടാൽ അത്ര ഗ്ലാമർ ഇല്ല, പക്ഷെ അമ്മയുടെ ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ്. അമ്മ അത് കണക്കിന് നീക്കുകയാണ്. കണ്ടോ, കറക്റ്റായിട്ട് നീക്കുക. അത് കറക്റ്റ് കേട്ടെന്നുള്ളതാണ് അമ്മയുടെ ചെവി അതാണ്. അപ്പം പതുക്കെ മറ്റവനെ വിളിച്ച് പറയാം, ഇച്ചിരി ഇറച്ചി കൊണ്ടുവന്നാൽ ഞാൻ നിന്നെ ഇപ്പൊ അനുഗ്രഹിച്ചിട്ട് തരാം. കണ്ടോ, അമ്മ ബുദ്ധിപരമായിട്ട് അമ്മയ്ക്കറിയാം ഈ ചെറുക്കനെ പറഞ്ഞു വിട്ടാ ഇറച്ചിയൊന്നും പിടിച്ചോണ്ട് വരാൻ പറ്റുന്നില്ല. നീ വല്ല ആടിയും കൊണ്ടുപോയി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, കൊണ്ടുപോടങ്ങോട്ട് അനുഗ്രഹം പിടിച്ചു. മറ്റവൻ വന്നപ്പോ ലേറ്റായി. ഇച്ചിരി പായസം ഉണ്ടാക്കി അവനെ കുടിപ്പിക്കാൻ പറ്റും. അവനെ പായസം കുടിപ്പിച്ചു. അവനെ പായസം കുടിച്ചു. വേട്ടയിറച്ചി തിന്നേണ്ട അപ്പനെ ആട്ടിറച്ചി കൊടുത്തു, 65 ആക്കി കൊടുത്തു. അങ്ങേര് അറിഞ്ഞില്ല. സ്തോത്രം. അപ്പൻ തപ്പി നോക്കിയപ്പോ അറിയാതിരിക്കാൻ ആടിന്റെ രോമം പൊതിഞ്ഞു കൊടുത്തു. അവൻ കൊല്ലാൻ പ്ലാൻ ചെയ്തപ്പോ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അവൻ വന്ന് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുമ്പോ അപ്പം പറയാ, നീ കനാനിൽ നിന്ന് പെണ്ണെടുക്കരുത്, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവൻ ഇഷ്ടമില്ലാത്ത പെണ്ണെടുക്കാൻ അവൻ മെനക്കെട്ട് ചെന്ന് ദൈവം പോലും വെറുത്ത ഇസ്മായേലിൽ നിന്ന് പെണ്ണെടുത്തു. ഇന്നു വരെ ആ ഇസ്മായേലും ഏശാവും അവന്റെ സന്തതികളും എല്ലാം ഇസ്രായേലിന്റെ ശത്രുവാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഏശാവ് കല്യാണം കഴിച്ചത് ഇസ്മായേലിന്റെ മകളെയാണ്. അതിൽ അവർക്ക് ലഭ്യമായ മക്കളിൽ ഒരുത്തന്റെ പേരാണ് എലീഫസ്. എലീഫസിന് ഭാര്യമാരും കുറേയുണ്ട്, വെപ്പാട്ടിയും കുറേയുണ്ട്. അല്ല ലൈൻ പിടികിട്ടുന്നുണ്ട്. അബ്രഹാം, ഇസ്മായേൽ, ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകൻ ഏശാവ്. ഇസ്മായേലിന്റെ മകൾ ബാസമത്ത് അല്ലെങ്കിൽ മഹലത്ത്. അവളെ കല്യാണം കഴിച്ചത് ഏശാവാണ്. ഇവര് കുടുംബമായി. കണ്ടോ, ആ കുടുംബത്തിൽ ജനിച്ചൊരു മകന്റെ പേരാണ് എലീഫസ്. അവന്റെ വെപ്പാട്ടിയുടെ പേരാണ് തിമ്ന. തിമ്നയുടെ മകന്റെ പേരാണ് അമാലേക്ക്. ആ അമാലേക്കാണ് ഇസ്രായേലിന്റെ ബദ്ധശത്രു. അതുകൊണ്ടാ കർത്താവ് ശൗലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരെണ്ണം മിച്ചം വെച്ചേക്കരുത്, തട്ടിയേക്കാൻ പറഞ്ഞു. ശൗല് അവന്റെ രാജാവിനെയും പിടിച്ചോണ്ട് വന്നു, ആട് മൊത്തം കൊണ്ടുവന്നു. ഈ ആടിനെ എന്തിനു കൊല്ലുന്നത്? പാവല്ലേ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഒരുപാട് ഇപ്പം നടക്കാനുണ്ട്, അതിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് യാഗത്തിന് ഉപയോഗിക്കാം. നല്ല സൂപ്പർ ആടെന്ന്. യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ വൈകുന്നേരം ശമൂവേൽ ചെന്നിട്ട് ചോദിക്കുക, എന്താടാ ഇവിടെ കാളകളുടെ കരച്ചിലേക്കുന്നത്? അയ്യോ അതെ, നമ്മൾ യുദ്ധത്തിന് പോയപ്പോ നോക്കിയപ്പോ എല്ലാ തൊഴുത്തിലും നല്ല ആട് എല്ലാം കൊണ്ടുപോന്നു. ഇവൻ വിചാരിച്ചു ശമൂവേൽ പറയും, കൊള്ളാടാ ബുദ്ധിയായി, നീയാടാ രാജാവ് എന്ന് പറയുമെന്ന് വിചാരിച്ചു. ശൗൽ ഒറ്റ അടിക്ക് നിന്നിട്ട് പറയാ,
ദൈവം നിന്നെ രാജസ്ഥാനത്താക്കിക്കൊണ്ട് അനുദപിക്കുകയാണ്. ശമൂവേൽ ശൗലിനോട് പറയാണ്, ദൈവം നിന്നെ രാജസ്ഥാനത്താക്കിയതുകൊണ്ട് അനുദപിക്കുകയാണ്. ഇസ്രായേലിൽ ഒന്നാമത്തെ പ്രഭുവായിരിക്കാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. പക്ഷേ നിന്റെ അനുസരണക്കേട് ദൈവം നിന്നെ മാറ്റി കാട്ടിക്കിടക്കുന്ന വേറൊരു ചെറുക്കനെ അഭിഷേകം ചെയ്യാൻ പോവാണ്. ആ കഥ ഒന്ന് നോക്കുകയുണ്ടോ? ശൗൽ ആത്മഹത്യ ചെയ്യുന്നു. ദാവീദ് രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ ഒരു ഹെൽമറ്റും ഒരു വാളുമായിട്ട് വരികയാണ്. ദാവീദിന്റെ അടുക്കൽ അവൻ വന്നിട്ട് പറഞ്ഞു, ശൗൽ മരിച്ചുപോയി. രാജാവ് ദാവീദ് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? അത് ഞാനിങ്ങനെ മലയിൽ കയറി വരുമ്പോൾ ശൗലും മോനും കൂടി വാളിന്റെ പുറത്ത് ചാരി നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു കുത്തിക്കൊല്ലാൻ പറഞ്ഞു. ഞാൻ കുത്തിക്കൊന്നു. വേണ്ട, അവന്റെ തൊപ്പിയും വാളും തേയിരിക്കുന്നു. രാജാവ് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാനൊരു അമാലേക്യൻ. കണ്ട കഥ പോയോ കണ്ടോ? ഞാനൊരു അമാലേക്യൻ പറയുകയും ദാവീദ് ചാടി അടിച്ചിട്ട് പറഞ്ഞു അവന്റെ തല വെട്ടിക്കളയാൻ പറഞ്ഞു. അതാണ് ദാവീദ്. എന്നിട്ട് ദാവീദ് ഒരു കരച്ചിൽ കരയുകയാണ്, ഇസ്രായേലിന്റെ പ്രതാപമായവർ പട്ടുപോയതെങ്ങനെ, വീരന്മാർ പട്ടുപോയതെങ്ങനെ. ശത്രു വിരിക്കുന്ന വലകൾ തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാവണം. സഹോദരിമാർക്ക് പ്രത്യേകിച്ചുണ്ടാവണം. നിങ്ങൾ കുടുംബം നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതാണ് പുരുഷന്മാരെ ദൈവം നിർത്തിയിരിക്കുന്നത് യുദ്ധത്തിനാണെങ്കിൽ സഹോദരിമാരെ നിർത്തിയിരിക്കുന്നത് റഡാറായിട്ടാണ്. നിങ്ങൾക്ക് കാണാനുള്ള ദൈവകൃപ ഉണ്ടാവണം. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ ഭർത്താവിനെതിരെ വരാൻ സാധ്യതയുള്ള സകല പൈശാചിക മേഖലകളും കാണാനുള്ള ദിവ്യദൃഷ്ടി നിങ്ങൾക്കുണ്ടാവണം. അല്ലാതെ സഭ കുളം തോണ്ടാനുള്ള കഴിവല്ല, കുടുംബം കുളം തോണ്ടാനുള്ള കഴിവല്ല, നശിപ്പിക്കാനുള്ള കഴിവല്ല. അവകളെ കണ്ടുപിടിച്ച് അവകളെ വേരോടെ തകർത്ത് കളയാനുള്ള മികവ് നിങ്ങൾക്കുണ്ടാവണം. ആ ദൈവകൃപയുള്ള റിബേക്ക ആയി മാറാൻ നിങ്ങൾ തയ്യാറാവണം. വിജയിക്കാൻ തക്കതായ കഴിവുള്ള, ഒരിക്കലും വിട്ടുകൊടുക്കാത്ത, ധൈര്യശാലിയായി നിലനിൽക്കാൻ കഴിയുന്നൊരു യാക്കോബായി മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. യുദ്ധം ചെയ്യേണ്ടത് യുദ്ധം ചെയ്തും ഉപായ രൂപേണ ചെയ്യേണ്ടത് ഉപായ രൂപേണ ചെയ്തും കൈക്കലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരേശാവിനെയും ഒരു യാക്കോബിന്റെ ഇറച്ചിക്കൊതിയെയും വിജയിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിക്കാനുള്ളൊരു കെൽപ്പ് നിങ്ങൾക്കുണ്ടാവണം. എന്തുകൊണ്ട് കുടുംബങ്ങൾക്കകത്ത് തകർച്ച വരുന്നു, ശാപം വരുന്നു, നാശം വരുന്നു? ഇവകൾ കണ്ടെത്തി വിജയിക്കാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമെന്ന് പറയാം. നിങ്ങളുടെ വിഷയം എത്ര വലുതുമാകട്ടെ, ആ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ റിബേക്കയെ പോലെ ഒരു മാതാവില്ലായിരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇല്ലേ? പരിശുദ്ധാത്മാവിനെ നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക, ഞാൻ തളരുകയില്ല, ഞാൻ പതറുകയില്ല, ഞാൻ നശിക്കുകയില്ല, എന്റെ കർത്താവ് എന്റെ മേൽ കൃപ പകരുമെന്ന് പറയാം. ഓ ശഖബനരകനഗസ്യ, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണോ നിങ്ങൾക്കുള്ളത്? പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഏതാണ്? ഏശാവ് എടുക്കുന്നത് പോലത്തെ ഒരു ഡിസിഷനാണോ? കാണിച്ചു കൊടുക്കാം. അതോ യാക്കോബ് എടുക്കുന്ന പോലെ ഡിസിഷനാണോ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയറി വരുന്ന ഡിസിഷൻ ഏത്? ടേക്ക് ദാറ്റ് ഡിസിഷൻ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല. നിങ്ങളുടെ വിചാരം നിങ്ങളുടെ പ്രശ്നം ഭയങ്കരമാണ്, അത് പരിഹരിക്കപ്പെടില്ല. നോ, പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം ദൈവത്തിന്റെ മുമ്പിൽ ഇല്ല. അവൻ സർവശക്തൻ. പ്രൈസ് ദി ലോർഡ്. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലും കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, നാഥൻ നടത്തിടും അന്ത്യം വരെ.